പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അകത്തും പുറത്തുമായി ഈ ശബ്ദവരിയിൽ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീതമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിച്ചു. ഇവിടെ കടന്നു വരുവാനും ദൈവവചനം ശുശ്രൂഷിക്കുവാനും ദൈവം അവസരമാക്കി ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിന് കാരണമായി തീർന്നത്, ഞാൻ കഴിഞ്ഞ നാളുകളിൽ ദുബായിൽ ദൈവവചന ശുശ്രൂഷയായി കടന്നു ചെന്നപ്പോൾ ജോയ്സ് സാറിനെ പരിചയപ്പെടുകയും അങ്ങനെ പരിചയപ്പെട്ട് ഈ ദേശത്ത് വന്നൊരു പ്രവർത്തനം നടത്തണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിന് പ്രകാരം കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ മറയൂരായിരുന്നു. ഈ ആഴ്ച ഇവിടെ കടന്നു വരുവാനും ഇവിടുത്തെ സഭ ഞങ്ങളെ കാരണവുമായി സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, സഹോദരൻ എന്ത് വിഷയമാണ് അവിടെ സൂക്ഷിക്കുന്നത്? നമ്മൾ ഏത് വിഷയമായാലും നമുക്ക് നോക്കാം. അപ്പം അദ്ദേഹം പറഞ്ഞു, അല്ല ഒരു പൊതു വിഷയം പറഞ്ഞു. അങ്ങനെയാണ് സത്യം എന്ന വിഷയം. ഞാൻ എന്താണ് സത്യം? എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു കാന്ത നീ വരുവാൻ താമസിക്കുന്നത് എന്ന് ഭക്തൻ ചോദിക്കുക വളരെ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവായ യേശുക്രിസ്തു താനും തൻ്റെ ശിഷ്യരോട് പറഞ്ഞത് യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കരുത്. ദൈവത്തെ വിശുദ്ധിപ്പീൻ, എന്നിലും വിശുദ്ധിപ്പീൻ. എൻ്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലം വരിക്കാൻ, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ വരിക്കേണ്ടത് ഞാൻ മടങ്ങി നിങ്ങൾ എൻ്റെ അടുക്കൽ ചേർക്കും. കർത്താവ് വരും, അതൊരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് യേശുക്രിസ്തു വരാൻ താമസിക്കുന്നത്? നമ്മുടെ എല്ലാ ഹൃദയത്തിൻ്റെ അന്തരാളത്തിൽ നിന്നുള്ളൊരു ചോദ്യമാണ്. ഞാൻ ഇന്നലെയും പറഞ്ഞു, സത്യത്തിൻ്റെ ഉത്തരം പറയുവാൻ സത്യത്തിന് മാത്രമേ കഴിയുകയുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നാം ചിന്തിച്ചതുപോലെ എന്തുകൊണ്ടാണ് യേശുക്രിസ്തു വരാൻ താമസിക്കുന്നത്? നാം എടുക്കുന്ന വിഷയവുമായിട്ടൊരു ബന്ധമുണ്ട്. തിമോത്തിയോസ് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം ഒന്ന് വായിച്ചു. തിമോത്തിയോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 4-5 വാക്യം. എന്താ ദൈവത്തിന്റെ ആഗ്രഹം? സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം. ആ ഒരു മനുഷ്യൻ പോലും നരകത്തിലേക്ക് പോകാൻ ദൈവം ഇഷ്ടപ്പെടുന്നില്ല. സകല മനുഷ്യൻ രക്ഷ പ്രാപിക്കാനും സത്യത്തിന്റെ പരിജ്ഞാനം എത്തുവാനും ദൈവം ആഗ്രഹിക്കുന്നത്. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിക്കണം. അതുകൊണ്ടാണ് പത്രോസിന്റെ 2-ാം ലേഖനത്തിൽ പത്രോസ് പറയുന്നത്, നിങ്ങൾ വിചാരിക്കുന്ന പോലെ വരവ് താമസിക്കുന്നില്ല. പിന്നെന്താ? ദൈവം ദീർഘക്ഷമ കാണിക്കാൻ, നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ, സത്യത്തിന്റെ പരിജ്ഞാനത്തിലേക്ക് വരുവാൻ ദൈവം ദീർഘക്ഷമ കാണിക്കുന്നതാണ്. ഞാൻ ആലോചിക്കുക, 2002 മുമ്പ് കർത്താവായ യേശുക്രിസ്തു വന്നിരുന്നുവെങ്കിൽ ഞാൻ ഇന്നിവിടെ നിന്ന് പ്രസംഗിക്കാനുണ്ടാവില്ല. ഞാൻ രക്ഷിക്കപ്പെട്ട് വളരെ കുറച്ച് നാളുകളായുള്ളൂ. എനിക്ക് വലിയ പാരമ്പര്യമൊന്നും പറയാനില്ല. ഞാൻ അങ്ങനെ വചനത്തിൽ വലിയ പണ്ഡിതനുമല്ല. കർത്താവായ യേശുക്രിസ്തു തന്നത് മാത്രമേ എനിക്ക് പറയാൻ അറിയാമുള്ളൂ. മറ്റുള്ളവരെ പോലെ തിയോളജിയൊന്നും അല്ല ഞാൻ. പക്ഷെ എനിക്കൊന്നറിയാം, എൻ്റെ കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ സത്യമാണ്. ആ സത്യം സർവ്വലോകവും അറിയണം. സത്യത്തിൻ്റെ പരിജ്ഞാനം എത്തണം. കർത്താവിലൂടെ എല്ലാവരും രക്ഷിക്കപ്പെടണം. അത് കർത്താവിൻ്റെ ഹിതമാണ്. ആ ഹിതത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അങ്ങനെയാണ് പ്രിയ എൻ്റെ ജ്യേഷ്ഠ സഹോദരൻ എൻ തോമസ് സഹോദരനും ഞങ്ങൾ ടീമായിട്ട് ഇവിടെ കടന്നു വരുവാനും കർത്താവിൻ്റെ ഈ വേലയിൽ ഞങ്ങൾക്ക് ഒന്നിച്ച് പങ്കുചേരുവാനും കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ വിഷയ ആരംഭത്തിൽ തന്നെ പറഞ്ഞത്, മാനവോൽപത്തിയുടെ ശൈശവ ദിശ മുതൽ എല്ലാ മനുഷ്യരുടെ അന്തരാളങ്ങളിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരേ ഒരു അന്വേഷണ ധ്വരയാണ് എന്താണ് ഈ സത്യം. നമ്മളെന്തെങ്കിലും ചിന്തിച്ചതുപോലെ ഈ പ്രപഞ്ചം എങ്ങനെയുണ്ടായി, ഈ പ്രപഞ്ചത്തിൽ ചരാചരങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെയാണ് മനുഷ്യനുണ്ടായത്, ഈ മനുഷ്യൻ എങ്ങനെയാണ് കുടുംബമായത്, കുടുംബങ്ങൾ എങ്ങനെ ഗോത്രങ്ങളായി, എങ്ങനെ ഭാഷകളായി, ഭാഷാഭേദങ്ങൾ എങ്ങനെയുണ്ടായി, ഇവിടെ എങ്ങനെ രാജ്യം ഉണ്ടായത്, അതെങ്ങനെ സാമ്രാജ്യങ്ങളായി, വീണ്ടും ഇതെങ്ങനെ ജനാധിപത്യത്തിലേക്ക് പോയി, ഇനി ഇതൊരു ഏകാധിപത്യത്തിലേക്ക് പോകുമോ, ഇനി ഇവിടെ അഥവാ മനുഷ്യൻ മരണശേഷം ഒരു ജീവിതമുണ്ടോ,
മനുഷ്യൻ മരണശേഷം പുനരുത്ഥാനമോ പുനർജീവനമോ, മരണശേഷം ഒരു സ്വർഗമുണ്ടോ, ഒരു നരകമുണ്ടോ, ഭൂമിയിൽ വീണ്ടും മനുഷ്യൻ ഒരുമിച്ച് ദൈവത്തോട് ഒരു ഭരണമുണ്ടോ? ഇങ്ങനെ അതുകൊണ്ടാണ് കവി ചോദിക്കുന്നത്, ഈ മനോഹര തീരത്ത് തരുമോ ഇനിയൊരു ജന്മം കൂടിയെന്ന്. ഈ ദുഷ്ടലോകത്ത് പോലും ജീവിക്കാൻ മനുഷ്യൻ ആഗ്രഹിക്കുക. അങ്ങനെയെങ്കിൽ ഇനിയൊരു ജീവിതം ഈ ഭൂമിയിൽ എങ്ങനെയായിരിക്കും? മരിച്ച മനുഷ്യർ എങ്ങനെ മടങ്ങി വരും? ഒരു ന്യായവിധി സാധ്യമാണോ? ഇത്യാദി ചോദ്യങ്ങൾക്ക് നാം ഇന്നലെ ചിന്തിച്ചതുപോലെ ഇന്നോളമുള്ള എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും വെച്ച് നാം ഇന്നലെ പരിശോധിച്ചു. ഹൈന്ദവ ഗ്രന്ഥങ്ങൾ, അതുപോലെ തന്നെ സൗരാഷ്ട്രമതത്തിൻ്റെ ഗ്രന്ഥം, ജൈനമത ഗ്രന്ഥം, ബുദ്ധമത ഗ്രന്ഥം, അതുപോലെ ഇസ്ലാം മതഗ്രന്ഥം, അതുപോലെ തന്നെ മറ്റു മതങ്ങളെക്കുറിച്ചൊക്കെ സിഖ് മതഗ്രന്ഥം എല്ലാം വെച്ച് ഇന്നലെ നാം ആരാഞ്ഞു നോക്കി. പക്ഷേ അവയെല്ലാം അന്വേഷിക്കുന്ന സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തെയാണ്. ആ സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തെ ലോകത്തിന് വെളിപ്പെടുത്തുവാനാണ് ഇന്നേക്ക് 2000 ആണ്ടുകൾക്കപ്പുറത്ത് ലോകത്തിൻ്റെ നാഭി എന്നറിയപ്പെടുന്ന പാലസ്തീനിൽ നിന്നുകൊണ്ട് 6 കോടതികൾ മാറി മാറി വിസ്തരിച്ച ഏക വിസ്താരമാണ് യേശുക്രിസ്തുവിന്റെ വിസ്താരം. 3 മതക്കോടതികളും 3 സിവിൽ കോടതികളും മാറി മാറി വിസ്തരിച്ച് അവസാനം ജഡ്ജിമെന്റ് പറയുവാനായി പീലാത്തോസ് വീണ്ടും ചോദിച്ചു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായത്തിന്റെ 37-38 വാക്യം, നീ രാജാവ് തന്നെയോ? യേശുക്രിസ്തു, ഞാൻ രാജാവ് തന്നെ. ഉത്തരം പൂർണ്ണമാണ്. പക്ഷേ യേശുക്രിസ്തു നിർത്തിയില്ല. ഞാൻ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ ജനിച്ചിരിക്കുന്നു, സത്യതൽപരന്റെ വചനം കേൾക്കുന്നു എന്നാ പറഞ്ഞത്. അപ്പൊ സത്യത്തിന് സാക്ഷി നിൽപ്പാൻ ഭൂമിയിൽ അവതരിച്ച കർത്താവായ യേശുക്രിസ്തു ആ സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തുന്ന സാക്ഷാൽ സത്യമായ ക്രിസ്തു പറഞ്ഞു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഞാനാണ് സത്യം. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ സത്യമെന്ന് അവകാശപ്പെട്ട ഒരേ ഒരുവനുണ്ടെങ്കിൽ അതാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എബ്രായ ഭാഷയിൽ സത്യം എന്ന പദത്തിന് കൊടുത്തിരിക്കുന്നത് ഏമത് എന്ന പദമാണ്. ഏമത് എന്ന പദം എബ്രായ ഭാഷ അക്ഷരമാലയിൽ തന്നെ ആദ്യ മധ്യ അന്ത്യ അഥവാ അക്ഷരങ്ങളുടെ ആകെ തുകയാണ്. ആലേഫ് മേം തൗ, അതിനെയാണ് സത്യമെന്ന് സംബോധന ചെയ്തുകൊണ്ട് ഏമത് എന്ന് വിളിച്ചിരിക്കുന്നത്. ഏമെന്ന പദം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുവാൻ ഇന്നലെ നാം ചിന്തിച്ചതുപോലെ 1834 ആദ്യമായി മലയാളത്തിലേക്ക് അച്ചുനിരത്തിയപ്പോൾ ബെഞ്ചമിൻ ബൈലിയെ സഹായിച്ചത്, അതിന് ഭാഷാ ശാസ്ത്രത്തിന് വേണ്ടി സഹായിച്ചത്, ഈ ഭാഷ ഇതിലേക്ക് വിവർത്തനം ചെയ്യാൻ വേണ്ടി സഹായിച്ചത് അന്നത്തെ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ യഹൂദ റബ്ബിയായിരുന്ന മോസഫ് ഇസ്താഫർ. അദ്ദേഹം യഹൂദ ഭാഷാ പണ്ഡിതനാണ്. അതുപോലെ ഇംഗ്ലീഷ് മലയാള ഭാഷാ പണ്ഡിതനായ ചാത്തു മേനോൻ, അതുപോലെ സംസ്കൃത ഭാഷാ പണ്ഡിതനായ വൈദ്യനാഥ് അയ്യർ, ഇവരെല്ലാം കൂടിയാണ് ഈ അഥവാ മലയാളത്തിലേക്ക് ബൈബിൾ വിവർത്തനം ചെയ്തത്. അങ്ങനെ ഗ്രീക്കിൽ നിന്ന് വിവർത്തനം ചെയ്യുമ്പോൾ ഗ്രീക്കിൽ ഇതിന് അലത്യസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തപ്പോൾ അതിന് മലയാളത്തിൽ തത്തുല്യമായ പദമില്ലാത്ത ഒരു സംസ്കൃത സംജ്ഞയിൽ നിന്നാണ് എടുത്തത്. സംസ്കൃത സംജ്ഞയിൽ അതിന് കൊടുത്തിരിക്കുന്ന ഭാരതീയ ഭാഷ്യം എന്ന് പറയുന്നത് താനീ ഖവ ഏതാണി ധന്യാക്ഷീരാണി സതീയമതി തത്തമർത മതായി തോഥാമർത്യാമതെന്നാണ്. അത്ത എന്ന് പറഞ്ഞാൽ അമർത്യതയാണ്, തത്ത എന്ന് പറഞ്ഞാൽ മർത്യതയാണ്. യം 2 സമയം ഒരുമിച്ച് വസിക്കുന്ന ഏക സത്താവിശേഷമാണ്. ഹ്യത് ഭൂതഗീതം അത്യന്തം തത് സത്യം ഇതിനാമൃതമാണ്. അതുകൊണ്ടാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മം എന്നാണ് ഉപനിഷത്ത് വ്യാകരണവും പറഞ്ഞിരിക്കുന്നത്. അപ്പൊ സത്യജ്ഞാനമാണ് സർവത്തിൻ്റെയും ജ്ഞാനമാണ്. അതാണ് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിന് 30-ാം വാക്യത്തിൽ യേശുക്രിസ്തു ആരാ? ദൈവജ്ഞാനമായ ക്രിസ്തു. അപ്പൊ എന്തിനെ കുറിച്ച് അറിയണമെങ്കിലും ആരോട് ചോദിക്കണം? യേശുക്രിസ്തുവിൽ നിന്ന് പഠിക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിനെ എന്നോട് പഠിപ്പി. ലോക ചരിത്രത്തിൽ ഇന്ന് വരെ എന്നോട് പഠിക്കുവാൻ പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഗുരുവരനെ നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു മാത്രമേ പറഞ്ഞു എന്നോട് പഠിപ്പി. അപ്പോൾ ഏതൊരു ചോദ്യത്തിനും മതിയായ ഉത്തരം കൊടുക്കുവാൻ യേശുക്രിസ്തുവിന് മാത്രമേ കഴിയുകയുള്ളൂ. അതാണ് സത്യജ്ഞാനം അനന്തം ബ്രഹ്മം. അത് ഈശ്വരനാണ്. അപ്പോൾ ഈശ്വരൻ എന്ന് ഉപനിഷത്തുക്കൾ പോലും അഥവാ ഈ സത്യത്തെ അന്വേഷിക്കുമ്പോൾ ഈ സത്യത്തിന്റെ സാഗര സത്യയായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു ആരാണ്? അവൻ എങ്ങനെയാണ് സത്യത്തെ ലോകത്തിന് വെളിപ്പെടുത്തി? ഇന്നലെ നാം സത്യഗ്രന്ഥത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്. ഞാൻ ഇന്നലെ എടുത്ത വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇന്നലെ സത്യഗ്രന്ഥം എന്ന വിഷയമാണ് ഞാൻ അല്പസമയം കൊണ്ട് ഒതുക്കി പറഞ്ഞത്. അത് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ ഞാൻ അത് ഉത്തരം പറയും. അതോടൊപ്പം തന്നെ ഇന്ന് അത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ഇന്നലെ നാം സത്യഗ്രന്ഥത്തെക്കുറിച്ചാണ് ചിന്തിച്ചത്.
ഇന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന സത്യദൈവത്തെക്കുറിച്ചാണ്. സത്യദൈവത്തെക്കുറിച്ച് എന്താണ് സത്യം? യെരമ്യാവിൻ്റെ പ്രവചനം 10-ാം അധ്യായം 10-ാം വാക്യം വായിക്കാം. ഞാൻ എല്ലാം വായിപ്പിക്കാത്തതിൻ്റെ കാരണം എനിക്ക് സമയം കൂടുതൽ വേണം. ഞാൻ ഉദ്ധരണികൾ പറഞ്ഞ് പ്രസംഗിച്ചങ്ങ് പോകും. ക്ലാസ് ആണെങ്കിലും നിങ്ങളുടെ ശ്രദ്ധ ക്രിസ്തുയേശുവിൽ പ്രാർത്ഥനയോടെ ഇരിക്കണം. യഹോവയോ സത്യദൈവം, അവൻ ജീവനുള്ള ദൈവവും ശാശ്വത രാജാവും തന്നെ. യഹോവയോ സത്യദൈവം. ബൈബിൾ എത്ര ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്? എത്ര ദൈവമുണ്ട്? കാരണം വയലാറ് പാടിയതുപോലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. മനുഷ്യരും മതങ്ങളും ദൈവങ്ങളും കൂടി മനസ്സ് പങ്കുവെച്ചു, മണ്ണ് പങ്കുവെച്ചു എന്നാണ് പാടുന്നത്. അതുകൊണ്ട് ദൈവത്തെ തടഞ്ഞിട്ട് നടക്കാൻ പാടില്ലാത്ത ലോകമാണ് ഈ ലോകം. അങ്ങനെയെങ്കിൽ എത്ര ദൈവത്തെ ബൈബിൾ വെളിപ്പെടുത്തുന്നുണ്ട്? എത്ര ദൈവമുണ്ട്? എത്ര ദൈവത്തെ വെളിപ്പെടുത്തുന്നുണ്ട്? ഒരു ദൈവം, രണ്ട് ദൈവം, ദൈവങ്ങൾ അല്ലേ? ഒരു ദൈവം. നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം. ഏക സത്യദൈവമായി നിന്നെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അതുകൊണ്ടാണ് 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശുക്രിസ്തുവിൽ തന്നെ ആകുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. ഒരേ ഒരു ഏക സത്യദൈവമുണ്ട് അല്ലേ? രണ്ട് ദൈവമുണ്ടോ? ഉണ്ടോ? ഉണ്ട്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായത്തിന് 4-ാം വാക്യം വായിച്ചു. രണ്ട് കൊരിന്ത്യർ 4-4. ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷം പ്രഘോഷിക്കാതിരിക്കാൻ ഈ ലോകത്തിന്റെ ദൈവം. അപ്പൊ അത്ര ദൈവമുണ്ട്? രണ്ട് ദൈവമില്ലേ? ഈ ലോകത്തിനൊരു ദൈവമുണ്ട്, എന്നാൽ ഒരു ജീവനുള്ള ഏക സത്യ ദൈവമുണ്ട്. അതുകൊണ്ട് ആ കർത്താവായ യേശുക്രിസ്തുവിനോട് പോലും ഈ ലോകത്തിന്റെ ദൈവമായി സാത്താൻ പറഞ്ഞത് എന്താ? നീ എന്നെ നമസ്കരിച്ചാൽ ഈ കാണുന്ന ഒരു സർവ്വമഹത്വവും ഞാൻ നിനക്ക് തരാം അല്ലേ? യേശുക്രിസ്തു പറഞ്ഞോ? സാധ്യമല്ല. അതൊന്നും സാധ്യമല്ല എന്ന് പറഞ്ഞോ? എന്തുകൊണ്ടാണ് പറയാതിരുന്നതിന്റെ കാരണം? സർവശക്തനായ സർവ്വവ്യാപിയായ സർവജ്ഞാനിയായ സത്യസ്വരൂപനായ യേശുക്രിസ്തു എന്തുകൊണ്ട് പിശാചിനോട് അങ്ങനെ പറഞ്ഞില്ല? 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് 19-ാം വാക്യം വയ്ക്കുക. അതായത് ഉത്തരം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന് 19-ാമത്തെ വാക്യം. നാം ദൈവത്തിൽ നിന്നുള്ളവർ നാം അറിയുന്നു, സർവ്വലോകവും എവിടെ വെച്ചാ അധീനതപ്പെട്ടത്? മനുഷ്യൻ പാപം ചെയ്ത നിമിഷം. സർവത്തിന്മേൽ വാഴുവാൻ അധികാരം കൊടുത്ത മനുഷ്യൻ. ലൂക്കോസ് സുവിശേഷം 3-ാം അധ്യായം 38-ാം വാക്യത്തിൽ ആദാമിനെ ദൈവം വിളിച്ചെന്തുന്ന? ആദാം ദൈവത്തിന്റെ മകനെന്ന, ദൈവത്തിന്റെ സാദൃശ്യത്തിന്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ, സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ, പാപം ചെയ്ത് ദൈവദേശ നഷ്ടപ്പെട്ട മനുഷ്യൻ പാപത്തിന്റെ അടിമത്തത്തിലേക്ക് പോയപ്പോൾ ഭരണകർത്താവ് അടിമയായി പോയപ്പോൾ എന്ത് ചെയ്തു? അതുകൊണ്ടാണ് തിമോത്തിയോസിന്, അത് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, മക്കൾ ജഡരക്തങ്ങളെ നൽകിയാൽ അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് വന്ന് മരണത്തിന്റെ അധികാരിയെ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതി അടിമകളായിരുന്ന മനുഷ്യനെ നമ്മെ വിടുവിച്ചു. അപ്പോ അടിമത്തത്തിലേക്ക് പോയി. അങ്ങനെ സർവ്വലോകവും ദുഷ്ടന്റെ അധീനയിലോ. എന്നാൽ ഈ സത്യദൈവത്തിന്റെ സുവിശേഷം പ്രകാശിക്കാതെ ഒരു ദൈവപ്രതിമയായ ക്രിസ്തു എന്ന് തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ ആരെങ്കിലും കാണുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ദൈവത്തെക്കുറിച്ച് അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആരെക്കുറിച്ച് അറിഞ്ഞിരിക്കണം? ഞാൻ തന്നെ സത്യമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം.
അതുകൊണ്ടാണ് യഹോവയോ സത്യദൈവം. ഞാൻ ഇന്നലെ പറഞ്ഞു, സത്യദൈവം ഭൂമിയിലേക്ക് മനുഷ്യനായി അവതരിച്ചത് 66 ഗ്രന്ഥ സമുച്ചയമായിരിക്കുന്ന ദൈവഗ്രന്ഥമായ വിശുദ്ധ ബൈബിളിൻ പ്രകാരം. അവൻ എവിടെ ജനിക്കും, എങ്ങനെ പ്രവർത്തിക്കും, എങ്ങനെ മരിക്കും, എങ്ങനെ അടക്കപ്പെടും, എങ്ങനെ ഉയർത്തെഴുന്നേൽക്കും, എങ്ങനെ സ്വർഗാരോഹണം ചെയ്യും, എങ്ങനെ സ്വർഗത്ത് മടങ്ങി വരും, ഈ ഭൂമിയെ എങ്ങനെ ഭരിക്കും, നിത്യതയിൽ സ്വർഗീയ ജെറുസലേമിൽ അവൻ എങ്ങനെയായിരിക്കും, ഇത്യാദി കാര്യങ്ങള് ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറത്ത് തന്നെ സത്യവചനത്തിലൂടെ സത്യം ലോകത്തിന് വെളിപ്പെടുത്തിയ ശേഷം ആ സത്യവചനമാണ് ഭൂമിയിലേക്ക് ശരീരമെടുത്തു വന്നത്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, ആ വചനം മുഖാന്തരം സർവ്വ ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ സത്യവെളിച്ചം ലോകത്തേക്ക് വന്നുകൊണ്ടിരുന്നു, ഇരുളോ അതിനെ പിടിച്ചടക്കിയില്ല. ആ സത്യവെളിച്ചം, ആ വചനം ശരീരമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി ഭൂമിയിലേക്ക് വന്നു. കർത്താവായ യേശുക്രിസ്തുവാണ് പറഞ്ഞത്, ഞാൻ ഭൂമിയിലേക്ക് യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം വായിക്കാം. ഒറ്റ പ്രഖ്യാപനമാണ്. സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നവനായി, സ്വർഗത്തിലിരിക്കുന്നവനായി മനുഷ്യപുത്രൻ അല്ലാതായ സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പൊ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നു. എവിടെയാ സ്വർഗം? ഇന്നലെ ഞാൻ പറഞ്ഞ സ്വർഗം എവിടെയാ? സ്വർഗം ആരുടേതാണ്? ന്യായമായ ചോദ്യം അല്ലേ? ഇന്ന് ഞാൻ പകല് എൻ്റെ അമ്മാവ് മരിച്ചു, റോമൻ കത്തോലിക്കലാണ്. അപ്പം അവിടെ ചെന്ന് മരിച്ച് സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ വളരെ ഭക്തനായിരിക്കുന്ന ഒരു പള്ളി ഭക്തനായിരിക്കുന്ന വ്യക്തി ഒരു സുവിശേഷം പറഞ്ഞപ്പോൾ കിട്ടിയ സമയം കൊണ്ട് മരണാനന്ദ ജീവിതത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും സ്വർഗത്തിൽ പോയിട്ട് ഇവിടെ വന്നിട്ടുണ്ടോ? സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്. പൊതുവിൽ ഇപ്പോൾ നമ്മുടെ സ്കൂളുകളിലും കോളേജുകളിലും അതുപോലെ നമ്മുടെ ബുദ്ധിജീവികളും തത്വചിന്തകരും അതുപോലെ നിരീശ്വരവാദികളും പ്രത്യക്ഷവാദികളും എല്ലാം പറയുന്നത് സ്വർഗവും നരകമൊക്കെ ഇവിടെ തന്നെയാണ്. ഭൗതികവാദത്തിൽ അടിസ്ഥാനമായിട്ടിരിക്കുന്ന ഒരു സർക്കാർ ഭരിക്കുന്ന സംസ്ഥാനത്ത് നമ്മൾ ജീവിക്കുന്നത്, അനവധി ദൈവങ്ങളെ പൂജിക്കുന്ന ഒരു കേന്ദ്ര സർക്കാർ ഭരിക്കുന്നിടത്ത് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെയെങ്കിൽ യുവതലമുറയിൽ ഒരു ചോദ്യം, ഒരു സ്വർഗമുണ്ടോ? ഞാൻ പഠിച്ചു, മറ്റു മതഗ്രന്ഥങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ ഖുർആനിലും സ്വർഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ആ സ്വർഗമൊന്നും ഇവിടെ വിവരിക്കാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ട്? നാറ്റുകൾക്കൊക്കെ പ്രശ്നമാണ്. അതുകൊണ്ട് ആ സ്വർഗത്തെക്കുറിച്ച് പറയുന്നില്ല. ഖുർആൻ പരിശോധിച്ചാൽ ഞാൻ പഠിച്ചിട്ട് പറഞ്ഞേ. അതുപോലെ ഹൈന്ദവ ഗ്രന്ഥങ്ങളിലെ 5 സ്വർഗങ്ങളെക്കുറിച്ച് ഞാൻ പരിശോധിച്ചു. ബ്രഹ്മസ്വർഗം, വിഷ്ണു സ്വർഗം, ശിവസ്വർഗം, ഇന്ദ്രസ്വർഗം, കൃഷ്ണസ്വർഗം. ഈ 5 സ്വർഗങ്ങളെക്കുറിച്ചും പഠിച്ചപ്പോഴും അതും ഭാവനയിൽ ഒതുങ്ങുന്നതല്ലാതെ അതിനപ്പുറത്തേക്ക് കടന്നു പോകാൻ അതിന് കഴിയുന്നില്ല. എന്നാൽ സത്യഗ്രന്ഥമായിരിക്കുന്ന വിശുദ്ധ ബൈബിൾ പരിശോധിച്ച് സത്യസ്വരൂപനായ യേശുക്രിസ്തുവിന്റെ വാക്കുകളെ നാം അനുദിനം പഠിച്ചാൽ എവിടെയാണ് സ്വർഗം? സ്വർഗം ഒരു യാഥാർത്ഥ്യമോ? എവിടെയാ സ്വർഗം? 115-ാം സങ്കീർത്തനം അതിന്റെ 16-ാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം. 115-ാം സങ്കീർത്തനം 16-ാമത്തെ വാക്യം. സ്വർഗം യഹോവയുടെ സ്വർഗമാകുന്നു. ഭൂമിയിലാണോ സ്വർഗം? ഭൂമി മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. സ്വർഗം ഇവിടെയായിരുന്നുവെങ്കിൽ ഇവിടെ ഇന്ന് പ്രാർത്ഥന ഉണ്ടാവില്ല, സുവിശേഷ പ്രസംഗം ഉണ്ടാകുകയില്ല, ഇവിടെ കുടുംബജീവിതം ഉണ്ടാകുകയില്ല. ഇവിടെ ഇന്ന് നാം കേട്ടതുപോലെ സ്വർഗീയമായ സംഗീതത്തിന്റെ അലയൊലികൾ ഇന്ന് സംഗീതമായി ഇവിടെ ആലപിക്കപ്പെടുകയില്ല. സംഗീതത്തിന്റെ പ്രത്യേകത എന്താ? ഈ സംഗീതം എവിടെ നിന്ന് ആരംഭിക്കുന്നത്? സ്വർഗത്തിൽ നിന്നാ. സർവ്വ നന്മയും സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അതുകൊണ്ടാണ് സർറാഫുകൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ യെശയ്യാപ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കുമ്പോൾ 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പാദം മൂടി, 2 ചിറക് കൊണ്ട് പറന്ന് നിന്ന് 6 ചിറകുള്ള സറാഫുകൾ ചിറകൊന്നിങ്ങനെ അനക്കുമ്പോൾ 1000 കിന്നരം ഒരുമിച്ച് വിട്ട് നാദ ബ്രഹ്മമാ. അത്രമാത്രം സ്വർഗീയ സംഗീതമാണ്. അതുകൊണ്ടാണ് ഞാൻ ആ സഹോദരനോട് പറഞ്ഞ, സഹോദരൻ്റെ മകന് പാടാൻ കഴിവുണ്ട്, അതുകൊണ്ട് പാടുമ്പോൾ നമ്മൾ അതാവോളം സ്വർഗത്തിലെ ദൈവത്തെ പാടി സ്തുതിക്കണം. അതെല്ലാ ഭക്തന്റെ ഉള്ളിൽ നിന്നാകുക അല്ലേ?
ദൈവത്തെ സ്നേഹിക്കുന്ന ആർക്കും ദൈവത്തെ പാടി സ്തുതിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സന്തോഷകരമായിരിക്കുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് സ്വർഗം, യഹോവയുടെ സ്വർഗം. ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരുന്ന ഭൂമിയിലല്ല സ്വർഗം. ഇനി ഭൂമിയിലാണ് സ്വർഗമെങ്കിൽ ഇവിടെ അഴിമതി, അക്രമം, അരാജകത്വം, കൊലപാതകം, ആത്മഹത്യകളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ സ്വർഗം എവിടെയല്ല. പിന്നെ സ്വർഗം എവിടെയാണ്? യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, യഹോവയായി ദൈവം പറയുകയാണ്, സത്യദൈവം പറയുകയാണ്, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദപീഠം. അപ്പൊ ഭൂമിയിലല്ല, ഭൂമി പാദപീഠമാണ്. ഭൂമി പാദപീഠമാണെങ്കിൽ പിന്നെ എവിടെയാണ് സ്വർഗം? ഇപ്പം ഭൂമിക്ക് മുകളിലാണ്. ഇന്നലെ എന്നോട് സഹോദരൻ ചോദിച്ചതുപോലെ കൈ ഉയർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എങ്ങോട്ടാ ഉയരത്തിലേക്ക് ഉയർത്തുന്നതെന്നാണ് ചോദിച്ചത്. ന്യായമായൊരു ചോദ്യമാണ്, ഞങ്ങളോട് ചോദിക്കാറുണ്ട്. കാരണം ഞങ്ങൾക്ക് അവലപ്രാസംഗില്ല. അതുകൊണ്ട് ഒരു വിഷയം പഠിക്കുമ്പോൾ ഏതൊരാൾ എവിടെ വെച്ച് എപ്പോൾ ചോദ്യം ചോദിച്ചാലും മതിയായി ഉത്തരം എഴുതപ്പെട്ട ഗ്രന്ഥത്തിൽ കൊടുത്തില്ലെങ്കിൽ പിന്നെ ആ പ്രസംഗത്തിന് അർത്ഥമില്ല. കാരണം കർത്താവായ യേശുക്രിസ്തു സർവ്വത്തിലും മതിയായവനെന്ന പൂർണ്ണ ബോധ്യത്തോടു കൂടി നിങ്ങളെ ചെന്നാക്കുന്ന കുഞ്ഞാടുകളെ പോലെ ഞാൻ അയക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് യഹൂദാ ഗോത്രത്തിലെ സിംഹം അവൻ നമ്മോട് കൂടെ ഇരുന്ന് ഉലാത്തുമ്പോൾ അവനെക്കുറിച്ച് ഏതൊരു ചോദ്യം ചോദിച്ചാലും മതിയായ ഉത്തരം പറയുവാൻ നമുക്ക് കഴിയും. അതിന് നമുക്ക് ശക്തി തരുന്ന വചനമാണ് ജീവന്റെ വചനം, ചൈതന്യമുള്ള വചനം, ഇരുവായ്ത്തുള്ള വചനം, ഏത് ആയുധത്തേക്കാൾ മൂർച്ചയേറിയ വചനം. ഈ ജീവന്റെ വചനമാണ് പറയേണ്ടത്. എവിടെയാണ് ഈ സ്വർഗം? സ്വർഗം എവിടെയെന്ന് ചോദിച്ചാലെന്ന് പറഞ്ഞു, യഹോവയായ ദൈവം അരുളി ചെയ്യുന്നു, സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാദം. ഭൂമി എൻ്റെ പാദപീഠം എന്ന് പറഞ്ഞാൽ സ്വർഗം എവിടെയാണ്? ഭൂമിക്ക് മുകളിലാണ്. ഭൂമിക്ക് മുകളിൽ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കാരണം നവഗ്രഹങ്ങൾ, അനേഗ്രഹങ്ങൾ, പിന്നെ അന്തരാളങ്ങൾ, പിന്നെയും ഗാലക്സികൾ, ഇങ്ങനെ വലിയൊരു ഈ പ്രപഞ്ചത്തിൽ ഒരു ഗ്രഹമായിരിക്കുന്ന കേവലം ഭൂമിയിൽ വസിക്കുന്ന അല്ലയോ മനുഷ്യ. അതുകൊണ്ടാണ് കവി പാടിയത്, അനന്തമജ്ഞാതം അവർണ്ണനീയം ഈ ലോകഗോളം തിരിയുന്ന മാർഗം അതിങ്കിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്തറിഞ്ഞു. മർത്യന്റെ മാനുഷിക 1300 ഗ്രാം തലച്ചോറും ഈ മസ്തിഷ്കം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്. അതുകൊണ്ടാണ് ദൈവം തന്നെ അരുളി ചെയ്യുന്നത്. എവിടെയാണ് സ്വർഗം? സ്വർഗം ഒരു അക്ഷരിക സ്ഥലമാണോ? പലരും പറയും സ്വർഗം എന്ന് പറയുന്നൊരു അനുഭവമാണ്. അതുകൊണ്ട് സ്വർഗം എന്നൊക്കെ പറയുന്ന ഒരു സ്ഥലം ഉണ്ടോ? സ്വർഗം ഒരു അക്ഷരിക സ്ഥലമാണോ എന്നൊരാൾ ചോദിച്ച ഉത്തരം എങ്ങനെ പറയും? ആണ്. എന്താണ് കാരണം? യോഹന്നാൻ 14-ാം അധ്യായത്തിൽ ഞാൻ ആരംഭിച്ചു തന്നെതാ, എൻ്റെ പിതാവിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കാൻ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് മടങ്ങി നിങ്ങൾ എൻ്റെ ഇടയ്ക്ക് ചേർക്കും. അപ്പോൾ സ്വർഗം ഒരു അക്ഷരിക സ്ഥലമാണെന്ന് പറഞ്ഞത് മറ്റാരുമല്ല, കർത്താവായ യേശുക്രിസ്തുവാണ്. അങ്ങനെയെങ്കിൽ ആ സ്ഥലം എവിടെയാണ്? ഭൂമിയെ പോലെ മറ്റ് ഗ്രഹങ്ങളെ പോലെ അങ്ങനെ ഒരു സ്ഥലമാണ് സ്വർഗമെങ്കിൽ ആ സ്വർഗം എവിടെയാണ്? നമുക്ക് വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13 മുതൽ 18 വാക്യങ്ങൾ വായിക്കാം. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം 13 മുതൽ 18 വാക്യങ്ങൾ. ഞാൻ സ്വർഗത്തിൽ കയറും. അപ്പൊ ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ എന്റെ സിംഹാസനം വെക്കും. ഉത്തര ദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ആരാധന ദൈവ സൃഷ്ടിയായിരുന്ന അഥവാ ദൂതൻ ലൂസിഫർ, അവൻ അരണോദയ പുത്രനായ ശുക്ര എന്ന് വിളിച്ചിരിക്കുന്നത്. അവന്റെ അന്തരാളത്തിലുണ്ടായ ആഗ്രഹമാണ് അടുത്തുകൂടാത്ത പ്രകാശം വസിക്കുന്ന അത്യന്ത ശക്തിയായ ദൈവത്തെ, മറ്റു സർവസൃഷ്ടികൾക്കും ആരാധ്യനായിരിക്കുന്ന ദൈവത്തെ പോലെ എന്നെയും അവനോട് സമനായി ഒന്ന് ആരാധിക്കണം. ഇന്നും അതാ ദൈവങ്ങളുടെ ആഗ്രഹം. ആ ദൈവങ്ങളിലൂടെ എല്ലാം പ്രവർത്തിക്കുന്നതിൻ്റെ ശക്തി ഇവൻ തന്നെയാണ്. ആരാധനക്കുതിയൻ അവന്റെ ഹൃദയത്തിൽ തോന്നിയ പറയണം, നക്ഷത്ര ലോകങ്ങൾക്കപ്പുറത്ത്, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കപ്പുറത്ത്, മേഘോന്നതങ്ങൾക്ക്. അപ്പം മേഘമല്ല സ്വർഗം.
മേഘോന്നതങ്ങൾക്കപ്പുറത്ത്, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കപ്പുറത്ത് ഉത്തരദിക്കിൽ അത്യുന്നതായ ദൈവത്തിന്റെ സിംഹാസനം. ഉത്തരദിക്കിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരദിക്കെന്ന് പറഞ്ഞാൽ ഉത്തരദിക്കിനെ എന്ത് ചെയ്തിരിക്കുക? ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉത്തരദിക്കിന് എന്ത് ചെയ്തിരിക്കുക ദൈവം? വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായം അതിന്റെ 7-ാമത്തെ വാക്യം വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 26-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം. ഭൂമിയെ നാസ്തിത്വത്തിൽ നിന്ന്, ഭൂമി ശൂന്യതയാൽ നിൽക്കുന്നതെന്ന് ഇന്നേക്ക് 4000 ആണ്ടുകൾക്കപ്പുറത്ത് ശാസ്ത്രമെന്ന ആശയം മനുഷ്യ ശബ്ദകോശം ഇല്ലാതിരുന്ന കാലത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, ഭൂമി ശൂന്യതയിൽ നിൽക്കുന്നു. അതിനെ ഉത്തരദിക്കിനെ അവൻ ശൂന്യത്തിന്മേൽ വിരിച്ചിരിക്കുന്നു. മനസ്സിലാക്കണം. അപ്പൊ ഉത്തരദിക്ക് എന്താ? ഉത്തരദിക്കിന്റെ പ്രത്യേകത, ഈ നക്ഷത്രലോകങ്ങൾക്കപ്പുറത്ത് ഉത്തരദിക്കിലാണ് ദൈവത്തിന്റെ സിംഹാസനം. സർവസൃഷ്ടിക്കും ആരാധ്യനായിരിക്കുന്ന ദൈവം. ഞാനൊന്ന് ചോദിച്ചോട്ടെ, നമ്മുടെ ഭൂമിയെ സംബന്ധിച്ച് ശാസ്ത്രീയമായി പഠിച്ചാൽ 25,000 മൈൽ ചുറ്റളവുള്ള ഭൂമി 1000 മൈൽ സ്പീഡിൽ, അഥവാ ഇത് ഈ ശൂന്യതയിൽ നിന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഭൂമി, ഈ ഭൂമിയിൽ രാത്രിയും പകലും ഉണ്ടാകാൻ കാരണം ഈ 1000 മൈൽ സ്പീഡിൽ കറങ്ങുന്നതുകൊണ്ടാണ്. എന്നാൽ ഹൃദഭേദങ്ങൾ ഉണ്ടാകുവാൻ കാരണം ഇത് 23 ഡിഗ്രി ചരിഞ്ഞ് നിന്നാണ് കറങ്ങുന്നത്, അല്ലേ? തെക്ക് വടക്കായി ഇങ്ങനെ ചരിഞ്ഞ് നിൽക്കുക. അപ്പോൾ വടക്കോട്ട് ചെല്ലുന്നവരും ഉയർന്ന ഭാഗമെന്നും തെക്കോട്ട് വരും താഴ്ന്നു വാങ്ങുന്ന ശാസ്ത്രലോകം പറയുന്നത്. അങ്ങനെയെങ്കിൽ 71% ജലമാണ്, കടലാണ്. 29% കരയുള്ളൂ. ഈ 71% കടലുള്ള ഭൂമിയിൽ ഒരു കടൽ യാത്രക്കാരൻ നടുക്കടലിൽ അകപ്പെട്ടാൽ അവൻ ദിക്ക് നോക്കി യന്ത്രം വയ്ക്കും. ആ ദിക്ക് നോക്കി യന്ത്രം എങ്ങോട്ട് ഇരിക്കും? വടക്കോട്ടായിരിക്കുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? സ്വർഗം എൻ്റെ സിംഹാസനം, ഭൂമി എൻ്റെ പാതവിടും. സർവ്വ സൃഷ്ടിക്കും ആരാധ്യനായി ദൈവത്തെ ആരാധിച്ചുകൊണ്ട സമസ്ത സൃഷ്ടിയും ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നക്ഷത്രങ്ങൾക്കപ്പുറത്ത് ഉത്തരദിക്കിൽ അത്യുന്നതനായ ദൈവത്തിന്റെ സിംഹാസനം. അപ്പൊ നക്ഷത്രം ഏത്? നക്ഷത്ര ലോകങ്ങൾക്കപ്പുറത്ത്. ഈ കാണുന്ന നക്ഷത്രങ്ങളല്ല, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്കും അപ്പുറത്ത്. അല്ല, ദൈവത്തിന്റെ നക്ഷത്രങ്ങൾ അവിടെ പ്രത്യേകം എടുത്തു പറഞ്ഞു, അല്ലേ? എന്താ കാരണം? നമുക്ക് വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാം അധ്യായം അതിൽ 6-ാം വാക്യം വായിക്കാം. നെഹമ്യാവിന്റെ പുസ്തകം 9-ാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ വാക്യം. നീ മാത്രം യഹോവയാകുന്നു, നീ ആകാശമല്ല, നീ ആകാശത്തെയും സ്വർഗാദി സ്വർഗമുണ്ട്. അപ്പൊ സ്വർഗമുണ്ട്, സ്വർഗങ്ങളുണ്ട്, സ്വർഗാദി സ്വർഗമാണ്. അതാണ് സ്വർഗങ്ങളുണ്ട്. അതാണ് സ്വർഗാദി സ്വർഗത്തെയും. അപ്പൊ അതിലുള്ള സൈന്യങ്ങൾ വേറെ, ഭൂമി വേറെ. അവിടെ സ്വർഗങ്ങളുണ്ട്. അവിടെ പറഞ്ഞിരിക്കുക സ്വർഗങ്ങളുണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. മനസ്സിലാക്കണം. അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യം ഒന്ന് വായിച്ചേ. എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 9-ഉം 10-ഉം വാക്യങ്ങൾ. യേശുക്രിസ്തുവിന്റെ മരണപുനരുത്ഥാനത്തെ കുറിച്ച്, അഥവാ പ്രവചന പുസ്തകത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ എടുത്ത് ഉദ്ധരിച്ചിരിക്കുക പൗലോസ്. അങ്ങനെ പറയുമ്പോൾ അവൻ ബദ്ധന്മാരെ പിടിച്ചു കൊണ്ടുവരങ്ങളിൽ കയറി, അല്ലെ? മനുഷ്യർക്ക് നല്ല ദാനങ്ങളെ കൊടുത്തു. കയറി എന്ന് പറയുന്നതിനാൽ അടുത്ത് വായിച്ചു, സ്വർഗാദി സ്വർഗത്തിന് മീതെ. അപ്പൊ അതുകൊണ്ടാണ് എൻ്റെ പിതാവിന് അനേക വാസസ്ഥലമുണ്ട്, ഒരു സ്ഥലമല്ല. അതെന്താ കർത്താവ് അങ്ങനെ പറയാൻ കാരണം? സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറി. അതെവിടെയാ സ്ഥലം? ഈ സ്വർഗത്തിൽ പിശാച് കിട്ടുമോ? ഉണ്ടോ? ഉണ്ടോ? ഉള്ള കാര്യം പറഞ്ഞാൽ മതി. ഉണ്ടോന്ന് എൻ്റെ ചോദ്യം. സ്വർഗത്തിൽ ദൈവവും പിശാചൊക്കെ, സ്വർഗത്തിൽ പിശാചുണ്ടോന്ന് എൻ്റെ ചോദ്യം. ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായത്തിലെ 1-ാം വാക്യം വായിച്ചു. കണ്ടോ? സാത്താനും അവരുടെ കൂട്ടത്തിൽ ചെന്ന് നിന്നു. അപ്പൊ എവിടെയാണ് ദൂതന്മാർ നിൽക്കുന്നതിലൂടെ സാത്താൻ? ദൂതന്മാർ എവിടെയാ?
സ്വർഗസ്ഥലങ്ങളിലാണ്. അല്ല, യേശുക്രിസ്തു എവിടെ കേൾക്കണേ? അതുകൊണ്ടാണ് എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം എന്ന് വായിച്ചു. എഫെസ്യ ലേഖനം 6-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. എഫെസ്യ ലേഖനം 6-ാം അധ്യായം 10 മുതൽ 12 വരെ വാക്യങ്ങൾ വായിക്കും. ശക്തിപ്പെടുവീൻ. വായിച്ചോ? അത് തന്നെ. നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകാധിപതികളോടും സ്വർലോകങ്ങളിലെ, പറഞ്ഞ വാക്ക് പ്രത്യേകം, സ്വർലോകങ്ങളിലെ ദുഷ്ടാത്മസേനയോടും അത്ര. അപ്പൊ സ്വർഗത്തിൽ ആരുണ്ട്? ദുഷ്ടാത്മസേനയുണ്ട്. ഇന്നിവിടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമം ഒഴിച്ച് വേറെ ഏതെല്ലാം നാമങ്ങളിൽ ഇവിടെ അത്ഭുതവും അടയാളവും വീരപ്രവൃത്തികളും നടന്ന് മനുഷ്യനെ വഞ്ചിക്കുന്നുവെങ്കിൽ അതിനെല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്ന് പറഞ്ഞ ഈ സ്വർലോകങ്ങളിൽ ദുഷ്ടാത്മസേനയാണ്. സംശയമുണ്ടോ? ഉള്ളവർക്ക് 1 തെസ്സലോനി 2 തെസ്സലോനി 2-ന്റെ 8-9 വാക്യങ്ങൾ വായിക്കാം. 2 തെസ്സലോനി 2-ന്റെ 8-9 വാക്യങ്ങൾ. ഒടുക്കി നശിപ്പിക്കും. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താന്റെ വ്യാപാര ശക്തിക്ക് ഒത്തവണ്ണം വ്യാജമായി സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഓർത്തോണം പ്രിയ സഹോദരന്മാരെ, കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലല്ലാതെ ഇവിടെ ഏത് അത്ഭുത പ്രവൃത്തി നടന്നാലും മനസ്സിലാക്കിക്കൊള്ളണം, അത് സാത്താനിക പ്രവൃത്തി. പിശാചിതാനും വെളിച്ചുദൂതന്റെ വേഷം കിട്ടും. 2 കൊരിന്ത്യർ 11-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ പൗലോസ് പറയുകയാണ്, പിശാചിതാനും വെളിച്ചുദൂതന്റെ വേഷം കിട്ടും. അവന്റെ ശുശ്രൂഷക്കാരും നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അത്ഭുതപ്പെടുവാനില്ല. അതുകൊണ്ട് എപ്പോഴും അറിഞ്ഞിരിക്കണം, കർത്താവായ യേശുക്രിസ്തുവിലൂടെ അല്ലാതെ ഏക സത്യദൈവത്തിന്റെ ഒരത്ഭുതവും നടക്കുകയില്ല. എപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് സ്വർഗങ്ങൾ. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു സ്വർഗാദി സ്വർഗത്തിന് മീതെ കയറിയവനാകുന്നു. അങ്ങനെ ക്രിസ്തു ഇരിക്കുന്ന സ്വർഗം അതാണ്. ക്രിസ്തു ഇരിക്കുന്ന സ്വർഗം അതാണ്. ഇതിന്റെ എല്ലാം മിസ്റ്ററായിട്ട് അവിടെ കയറിയിരിക്കുകയാണോ? എവിടെ ഇരിക്കുന്നത്? ഈ സാത്താൻ ഇനി എന്നാ പുറത്താക്കി കളയണേ? സാത്താൻ ഇപ്പൊ എവിടെയുണ്ട്? എവിടെയുണ്ട്? സ്വർലോകങ്ങളുണ്ട് അല്ലേ? ദൈവോധന വായിച്ചത്. സംശയിക്കുന്ന എന്തിനത്? അതങ്ങനെ തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇവനെ ഇനി എന്നാ പുറത്താക്കി കളയുന്നത്? അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിന്റെ നമ്മൾ 9-10 വാക്യങ്ങൾ, പിന്നെ സ്വർഗത്തിൽ ഒരു യുദ്ധമുണ്ടായി, അവിടെ മീഖായേലും മഹാസർപ്പവുമായി യുദ്ധമുണ്ടായി. അവസാനം ചെയ്തു, ആ യുദ്ധത്തിൽ മീഖായേൽ ജയിച്ചു എന്ന് പറഞ്ഞാൽ മഹാപീഡന കാലത്തിന്റെ അവസാന കാലഘട്ടം. ആ കാലഘട്ടത്തിൽ നടക്കുന്ന വലിയ സംഭവമാണ്. അതുവരെയും ദുഷ്ടാത്മസേന അവിടെ ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു എവിടെയാണ്? യേശുക്രിസ്തുവിന്റെ പ്രഖ്യാപനത്തിലാണ് ഞാൻ ആരംഭിച്ചത്. സ്വർഗം നിറങ്ങി വന്നവനായി, സ്വർഗത്തിലിരിക്കുന്നവനായി, മനുഷ്യപുത്രനല്ലാതെ ആരും സ്വർഗത്തിൽ കയറിയിട്ടില്ല. അപ്പൊ ദൈവപുത്രൻ മനുഷ്യപുത്രനായി വന്ന് മാനവരാശിയുടെ പാവപരിഹാരം വരുത്തി മരിച്ചവരിൽ നിന്ന് 3-ാം നാൾ മർത്യശരീരം മാറി അമർത്യശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റ് ഈ സൂര്യനെ കടന്ന്, ചന്ദ്രനെ കടന്ന്, നക്ഷത്ര ലോകങ്ങളെ കടന്ന്, ദൈവിക നക്ഷത്രങ്ങളെ, ഈ കാണുന്ന ദുഷ്ടാത്മസേനയുടെ സ്വർഗങ്ങളെല്ലാം കടന്ന് ഇപ്പോൾ എവിടെ ഇരിക്കണേ? എവിടെ ഇരിക്കുന്നത്? എവിടെ ഇരിക്കുന്നു? ചോദിക്കും. ഞാൻ ഇന്ന് ചോദിച്ച ചോദ്യം നിങ്ങളോട് നാളെ മറ്റുള്ളവർ ചോദിക്കും. 68-ാം സങ്കീർത്തനം 33-ാം വാക്യം വായിക്കുക. 68-ാം സങ്കീർത്തനം 33-ാമത്തെ വാക്യം.
പുരാതന സ്വർഗാദി സ്വർഗങ്ങളിൽ വാഹനമേറുന്നവന് പാടി. പുരാതന സ്വർഗം, സ്വർഗമല്ല, സ്വർഗങ്ങളല്ല, സ്വർഗാദി സ്വർഗമല്ല, പുരാതന സ്വർഗം. അതുകൊണ്ടാണ് 115 സങ്കീർത്തനം 16 വാക്യത്തിൽ സ്വർഗം യഹോവയുടെ സ്വർഗം, ഭൂമി അവൻ മനുഷ്യർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പൊ ഇനി കർത്താവ് ആ സ്വർഗത്തിൽ നിന്ന് എങ്ങോട്ടാ വരുന്നേ? എങ്ങോട്ട് വരും? അതാണ് അപ്പോസ്തലനായ പൗലോസ് തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും സ്വർഗ്ഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ശേഷം ജീവിച്ചിരിക്കുന്ന നാമോ രൂപാന്തരം പ്രാപിച്ച് ആകാശമേഘങ്ങളിൽ അവനെ എതിരേൽപ്പാനെടുക്കപ്പെടും. അപ്പൊ എവിടെ ചെല്ലും? സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് ഇറങ്ങി വരും. അതിനുമ്പ് അവിടെ എന്ത് സംഭവിക്കും? ദുഷ്ടാത്മസേന അവിടെ നീക്കപ്പെട്ടിരിക്കും. ഇന്ന് അവനവിടെ കയ്യേറിയിരിക്കുക. അങ്ങനെ സ്വർഗങ്ങളിൽ വെച്ച് നാം നമ്മുടെ ആത്മമണവാളനായ കർത്താവായ യേശുക്രിസ്തുവിനെ ആത്മമണവാട്ടിയായി സഭ കണ്ടുമുട്ടുന്ന വലിയൊരു ദിവ്യ മുഹൂർത്തമുണ്ട്. കോടാനുകൂടി ദൂതന്മാരും വിശുദ്ധന്മാരും സ്വർഗീയ സംഗീതാലപത്തിൽ നാം ഒരുമിച്ച് കർത്താവിനെ കണ്ടുമുട്ടുമ്പോൾ ആ വലിയ വിദ്വത് സദസ്സ് ഓർത്തു നോക്കി. എന്നെ ശ്രദ്ധിക്കുന്ന സഹോദരന്മാരെ, ആ സ്വർഗ സ്ഥലങ്ങളിലേക്ക് എൻ്റെ പിതാവിന് അനേക വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് മടങ്ങി വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ. അതുകൊണ്ട് നമ്മൾ എങ്ങോട്ട് പോകും? സ്വർഗത്തിൽ പോകില്ലേ? സ്വർഗത്തിൽ പോകുന്നവർക്ക് ഉറപ്പുള്ളവർക്ക് കൈവയ്ക്കേ. അപ്പൊ നിങ്ങളാരും ഒരു പാപം ചെയ്യില്ലേ? ആരും പാപം ചെയ്യാറില്ല. പാപം ഓ ഉറപ്പുണ്ടോ? എന്താ കാര്യം? 2000 ആണ്ടുകൾക്ക് അപ്പുറത്ത് യഹോവ നമ്മുടെ എല്ലാവരുടെയും പാപം അവന്റെ മേൽ ചുമത്തി. അങ്ങനെ ചുമത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തു ലോകത്തിന്റെ പാപം ദൈവ കുഞ്ഞാട് നമ്മുടെ പാപത്തെ അവൻ ഏറ്റെടുത്തുകൊണ്ട് നമ്മുടെ പാപത്തെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഏത് പുരോഹിതനും പാപങ്ങളെ പരിഹരിപ്പാൻ ഒരു നാളും കഴിയാത്തത് യാഗങ്ങളെ കൂടെ കഴിച്ചു. യേശുവോ പാപങ്ങൾക്ക് വേണ്ടി യാഗം കഴിച്ചിട്ട് പിതാവിന്റെ വലത്തുഭാഗത്തിരുന്നു കൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. യാഗയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സദ്ഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ഇത് പരിശുദ്ധാത്മാവും സാക്ഷീകരിക്കുന്നു. ഞാൻ ഈ കാലം കഴിഞ്ഞ ശേഷം അവരുടെ ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു. എന്റെ ന്യായപ്രമാണം അവർ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. അവരുടെ പാപങ്ങളകത്ത് ഞാൻ ഒരിക്കലും ഓർക്കുകയില്ല. ആകിയാൽ ഇവയുടെ മോചനമുള്ളത് ഇനി പാപങ്ങൾക്ക് വേണ്ടി യാഗവും ആവശ്യമില്ല. എന്താ കാരണം? എബ്രായലേഖനം 10-ാം അധ്യായത്തിന്റെ 10 വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 18 വാക്യം ഞാൻ പറഞ്ഞു നിർത്തി. അവിടെ എന്താ പറഞ്ഞത്? ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ഇതാരാ പറഞ്ഞേ? എന്നാ ഈ പരിശുദ്ധാത്മാവ് ഇതിന്റെ പാപം എന്താ? ദൈവോത്തരനെ കുറിച്ച് പറഞ്ഞാലോ ക്ഷമിക്കും, അല്ലേ? അങ്ങനെയല്ലേ ബൈബിൾ പറഞ്ഞേ? അല്ലേ അച്ഛാ? സംശയമൊന്നുമില്ലല്ലോ. എന്ത് ഈ പരിശുദ്ധാത്മാവ് എതിരുടെ പാപം? പരിശുദ്ധാത്മാവ് എതിരുടെ പാപം എന്താണെന്നാ? പരിശുദ്ധാത്മാവാം ദൈവം പറയുന്ന, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം 2000 ആണ്ടുകൾക്കപ്പുറത്ത് ഏകമനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നുവെങ്കിൽ അവൻ ഏകമനുഷ്യനായി ഭൂമിയിലേക്ക് വന്ന സമസ്ത മനുഷ്യരുടെയും പാപത്തിന്റെ പരിഹാരം വരുത്തിയോ? വായിക്കോ? 1 യോഹന്നാൻ 2-ാം വാക്യം. ഞാൻ വെറുതെ പറയില്ല, ദൈവവചനം വെച്ച് പറയും. വായിച്ചോ? 1 യോഹന്നാൻ 2-ാം വാക്യം. ആരൊക്കെ സ്വർഗത്തിൽ പോകണമെന്ന് അറിയണ്ടേ? അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. ഞാൻ ചോദിച്ചോട്ടെ, സർവ്വലോകത്തിന്റെയും പാപത്തിന് ഞാൻ കവലയെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഹിന്ദു വന്നതിനോട് ചോദിക്കും, അല്ലയോ സ്നേഹിത, ഞങ്ങൾ ബൈബിൾ വായിച്ചു,
നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ്, സർവ്വലോകത്തിൻ്റെയും പാപപരിഹാര ക്രിസ്തു വരുത്തി. അപ്പം ഞങ്ങളും ആ ലോകത്ത് പെട്ടതല്ലേ? ഞങ്ങളും ആദാമിയ സന്തതി അല്ലേ? അങ്ങനെയെങ്കിൽ പിന്നെ ഞങ്ങളെ നരകത്തിലേക്ക് തല എന്താ അവസ്ഥ? ഞങ്ങളുടെ നരകത്തിൽ ഞങ്ങളുടെ പാപപരിഹാരം ക്രിസ്തു വരുത്തിയില്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവർ നരകത്തിൽ പോകുന്നത്? നമ്മൾ സ്വർഗത്തിലെ ഒരു നരകത്തിൽ പോകാൻ കാരണം എന്താ? കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കാം, അല്ലയോ ക്രിസ്തു, എന്തുകൊണ്ടൊരു മനുഷ്യൻ നീ നരകത്തിൽ പോകുന്നു? പാപിയായതുകൊണ്ടാണോ? അങ്ങ് പാപപരിഹാരം വരുത്തിയില്ലേ? പിന്നെ എന്തുകൊണ്ട് സ്വർഗത്തിൽ പോകുന്നു? ഒറ്റ വാക്യ ഉത്തര അല്ലേ? വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യം വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാമത്തെ വാക്യം. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവന് ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവന്റെ തലയിൽ വസിക്കുന്നു. ഒരേ ഒരു വ്യവസ്ഥയെ ദൈവം വെച്ചുള്ളൂ. ഏദനിൽ വെച്ച് തിന്നരുത് പറഞ്ഞ വൃക്ഷഫലം നീ തിന്നുന്നാളിൽ മരിക്കുമെന്ന് പ്രഖ്യാപിച്ച ദൈവം, ആ ദൈവം തന്നെയാണ് പ്രഖ്യാപിച്ചത് മനുഷ്യനായി വന്ന് ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിൽ വിശ്വസിക്കും, ഒരു നാളും മരിക്കുകയില്ല. അപ്പൊ യേശുക്രിസ്തു വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. എന്താ ഈ നിത്യജീവൻ? എന്താ നിത്യജീവൻ? എന്താണ് നിത്യജീവൻ? അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്, അല്ലയോ മനുഷ്യരെ, നിങ്ങളുടെ പാപത്തിന്റെ പരിഹാരം വന്നിരിക്കും. എന്നിട്ട് പരിഹാരം സദാകാലത്തേക്കും. എബ്രായരും 10:14 ഉദ്ദേശിച്ചത്. ഇത് പരിശുദ്ധാത്മാവ് സാക്ഷിക്കുന്നത്. ഭൂതകാലത്ത് നീ ചെയ്ത പാപമല്ല, വർത്തമാനകാലത്ത് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചുള്ള പാപത്തിനല്ല, അവസാന നിമിഷം നിന്റെ ജീവിതത്തിന്റെ അവസാന ജീവന്റെ തുടുപ്പ് വരെയുള്ള പാപത്തിന്റെ ശിക്ഷയും 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരിയിൽ അവന്റെ ദേഹമെന്ന് തിരശ്ശീല ചിന്തിക്കൊണ്ട് അവൻ അരുളി ചെയ്തു, ടെറ്റസ്റ്റോയ്, നിവൃത്തിയായി. സ്വർഗീയ പിതാവ് തന്റെ നീതിയിലൂടെ തന്റെ പ്രിയപുത്രന്റെ കാൽവരിയിലെ രക്തത്തിലൂടെ അത് എഴുതി ചേർക്കുമ്പോൾ പുതിയ നിയമത്തിൽ ദൈവം അംഗീകരിച്ചു. നമുക്കറിയാം, കേരള നിയമസഭ ഒരു നിയമം പാസ്സാക്കിയാൽ ഗവർണർ ഒപ്പുവയ്ക്കണം അല്ലേ? ഇന്ത്യയുടെ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കിയാൽ അത് ഇന്ത്യയുടെ പ്രസിഡന്റ് മുർമു ഒപ്പുവയ്ക്കണം അല്ലേ? അങ്ങനെയെങ്കിൽ തന്റെ പ്രിയപുത്രന്റെ ദേഹമെന്ന തിരശ്ശീല കാൽവരിയിൽ ചിന്തിക്കൊണ്ട് ജീവനുള്ള പുതുവഴി സ്വർഗത്തിലേക്ക് മാനവരാശിക്ക് വേണ്ടി തുറന്നപ്പോൾ സൂര്യൻ ഇരുണ്ടുപോയി, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, ശവക്കലർ തുറക്കപ്പെട്ടു. ജെറുസലേം ദൈവാലയത്തിന്റെ തിരശ്ശീല മുകളിൽ അടിവരെയും കീറിപ്പോയി. മതങ്ങളെ വിട, ഇസകളെ വിട, തത്വചിന്തകളെ വിട, കർമ്മകാണ്ഡങ്ങളെ വിട. ഈ ലോകത്തിന്റെ നിയമത്തെ മാറ്റി കുറിച്ചുകൊണ്ട് തന്റെ നിയമം, താൻ പുതിയ നിയമത്തിന്റെ നിയമം എഴുതി ചേർത്തപ്പോൾ പാപിയാണെന്ന കാരണത്താൽ ഇനി ഒരു മനുഷ്യൻ നരകത്തിൽ പോകണ്ട. ദൈവത്തിന് മുഖപക്ഷമില്ല. പിന്നെ എന്തുകൊണ്ടാണ്? പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവൻ ജീവന്. അപ്പൊ പുത്രനെ നാം വിശ്വസിക്കുമ്പോൾ സ്വർഗം നമ്മെ നോക്കുന്ന കാൽവയുടെ ക്രൂശിലൂടെയാണ്. അങ്ങനെ നോക്കുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിന് 1-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, ആകിയാൽ ക്രിസ്തുയേശുവിലുള്ളവർക്ക് എന്താ കാരണം? പുത്രനിൽ വിശ്വസിക്കുന്ന നിത്യജീവനുണ്ട്. എന്താ നിത്യജീവൻ? എന്താ നിത്യജീവൻ? നിത്യജീവനുള്ളോ നരകത്തിൽ പോവോ? എന്താ നിത്യജീവൻ? ദൈവപുത്രൻ വന്നുവെന്നും സത്യദൈവത്തെ അറിവാൻ നമുക്ക് വിവേകം തന്നുവെന്നും നാം അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞത്, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 28-ാം വാക്യം വായിച്ച്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇതിനെ തന്നിരിക്കുന്ന പിതാവ് എല്ലാവരിലും വലിയവൻ, അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും. എൻ്റെ കർത്താവായ യേശുവേ, കൊടിയ പാവിയായിരുന്ന എന്നെ പോലുള്ള പടുപാവികളെ, ഒരു നന്മയും ചെയ്യാത്ത എന്നെ അങ്ങയുടെ പാപപരിഹാര ബലിയിൽ അത് എനിക്ക് വേണ്ടി അംഗീകരിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിലേക്ക് കർത്താവെ അങ്ങേ സ്വീകരിച്ച നിമിഷം തന്നെ സ്വർഗം കാലോറിയുടെ നോക്കിയപ്പോഴാണ് അമ്മയുടെ ഉള്ളത്തിൽ ഞാൻ ഉരുവായ നിമിഷം മുതലുള്ള പാപം മുതൽ എൻ്റെ അവസാന ശ്വാസത്തിന്റെ പാപത്തിന്റെ ശിക്ഷയും 2000 ആണ്ടുകൾക്കപ്പുറത്ത് അങ്ങ് കാൽവരിയിൽ എനിക്ക് വേണ്ടി അവിടുന്ന് ഏറ്റെടുത്ത് എനിക്ക് വേണ്ടി മരണമില്ലാത്ത ദൈവം മരണം വരിച്ചുവെങ്കിൽ
മരണാധികാരി പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മൂന്നാം നാൾ ഉത്തുംഗ പ്രതാപൻ ഉയർത്തെഴുന്നേറ്റ് ജീവരിന്ന മരണഭീതിയിൽ അടിമകളായിരുന്ന നരകത്തിന് മാത്രം വിധിക്കപ്പെട്ടിരുന്ന എന്നെ ഒരു നിമിഷം കൊണ്ട് കാനാവിനെ കല്യാണ വീട്ടിലെ പച്ചവെള്ളത്തെ മുന്തിരിച്ചാറാക്കി മാറ്റിയ കാലത്തിനധീനായ കർത്താവായ യേശുക്രിസ്തു തന്റെ കൃപയാൽ എന്നെ രക്ഷിച്ചു. എൻ്റെ ഒരു പ്രവൃത്തിയുമല്ല, സ്വർഗീയ പിതാവ് തൻ്റെ പ്രിയപുത്രനിലൂടെ കാൽവരിയിൽ നിവർത്തിച്ച പ്രവൃത്തി. ആ പ്രവൃത്തിയാണ് നമ്മെ സ്വർഗത്തിൽ നിർത്തുന്നത്. നിത്യജീവനായി ക്രിസ്തു പറഞ്ഞ് കണ്ടാലും ഞാൻ വാതിക്കൽ മുട്ടുന്നു. വെളിപ്പാട് 3:20. കണ്ടാലും ഞാൻ വാതിക്കൽ മുട്ടുന്നു, ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവൻ എന്നോടും കൂടെ അത്താഴം കഴിക്കും. കർത്താവ് പറയുക, ലേഖനങ്ങളുടെ അപ്പോസ്തലനായ പൗലോസ് പറയുക, 1 കൊരിന്ത്യർ 3:16 വാക്യം എന്താ പറയുന്നത്? പറഞ്ഞ വാക്യം എന്താ? നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം ദൈവാത്മാവ് വസിക്കുന്ന അറിയുന്നില്ലയോ? ദൈവത്തിന്റെ മന്ദിരം ദൈവവും നശിപ്പിക്കും. അല്ലേ? കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 6:19 വാക്യം, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ മന്ദിരം. അപ്പൊ ഞാൻ ചോദിച്ചു, പരിശുദ്ധാത്മാ മന്ദിരം ദൈവത്തിന്റെ മന്ദിരം. അപ്പൊ ആരൊക്കെ നമ്മളിൽ വന്നേക്കണത്? 2 കൊരിന്ത്യർ 3:17 ക്രിസ്തുവിന്റെ ആത്മാവ്, ആ ആത്മാവിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും പരിശുദ്ധ ബോധം വരുത്തി യേശുവിനെ കർത്താവെന്ന് പരിശുദ്ധാത്മാവ് അല്ലാതെ ആർക്കും ഏറ്റെടുക്കാൻ കഴിയില്ല. 1 കൊരിന്ത്യർ 12:3. അങ്ങനെ ക്രിസ്തുവിനെ സ്വീകരിച്ചവരിൽ ആരാ വരുന്നേ? യോഹന്നാന്റെ സുവിശേഷം 14:23 വാക്യം വായിച്ചു. സമയം പോവാ, വായിക്കണം. 14:23 വാക്യം വായിക്കണം, വാക്യം മാറ്റാതെ. യേശു എന്നെ സ്നേഹിതന് വചനം പ്രമാണിക്കും, എന്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ അവന്റെ അടുക്കൽ വന്ന് അവനോട് വാസം ചെയ്യും. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏക സത്യദൈവം. അതുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തു താനും തന്റെ തിരുവാമൊഴി യോഹന്നാന്റെ സുവിശേഷം 17-3 വാക്യത്തിൽ ഏക സത്യദൈവമായി നിന്നെയും നീ അയച്ചിരിക്കുന്ന യേശുക്രിസ്തുവിനെയും അറിയുന്നത് തന്നെ നിത്യജീവൻ. അപ്പൊ എന്നിൽ വസിക്കുന്നത് ആരാ? നിത്യജീവനായ സത്യദൈവമായ യഹോവയായ ദൈവമായ കർത്താവായ യേശുക്രിസ്തു നിത്യജീവനാണ് വസിക്കുന്നത്. അവയെ ആരും ഒരു നാളും പിടിച്ചു വരയ്ക്കില്ല. അതുകൊണ്ട് ഇനി പാപം ചെയ്ത് ജീവിക്കാമല്ലോ, ലൈസൻസ് ആയി. അല്ലേ? നരകത്തിൽ പോവില്ല. നരകത്തിൽ പോവില്ല. കാരണം എന്താ? ആകെ ക്രിസ്തുവിൽ ശിക്ഷാവിധി ഇല്ല. പക്ഷെ പിന്നെ എന്തുകൊണ്ടാ? സ്വർഗത്തിൽ പോകുവാൻ വേണ്ടി അല്ല നാം ഈ സൽപ്രവൃത്തി. പിന്നെ എന്തിനാ? ഇനി ഇവിടെ നമ്മെ ആക്കി വെച്ചിരിക്കുന്നതിന്റെ ആത്യന്തികമായ സത്യമുണ്ട്. എഫെസ്യ ലേഖനം 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം വായിക്കാം. എല്ലാം വചനത്തിലൂടെ ഉള്ളൂ. കർത്താവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായി ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുക. അപ്പൊ നമ്മൾ ക്രിസ്തുവെ സൃഷ്ടിക്കപ്പെടുന്നതിന്റെ അർത്ഥം എന്താ? 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിന്റെ 17-ാം വാക്യം വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം വായിച്ചോ? ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് പുതുതാക്കി കഴിഞ്ഞു. അഥവാ പുതിയ മനുഷ്യനായി, പുതിയ സൃഷ്ടിയായി. എപ്പോഴാ സംഭവിച്ചത്? നമുക്ക് വായിക്കാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 5-6 വാക്യങ്ങൾ. അല്ല, തന്റെ കരുണപ്രകാരം രക്ഷിച്ചത്, നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശിയായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തുവിൽ നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും ജനിച്ചെങ്കിൽ ദൈവരാജ്യം കാണുകയില്ലെന്ന് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തു. ആ കർത്താവായ യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ വീണ്ടും ജനിച്ചത് കൃപയാലാണ്. അത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 18 സത്യത്തിന്റെ വചനത്താൽ, നിന്റെ വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ.
അങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ആ ജീവന്റെ വചനം നമ്മുടെ ഹൃദയത്തിന്റെ അന്തരാളത്തിലേക്ക് കടന്നു വന്ന് അവനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുന്ന നിമിഷം മുതൽ നാം നിത്യജീവനുള്ളവരാകുന്നു. അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുക, പുനർജനന സ്നാനം കൊണ്ടും അവിടെ എന്ത് സംഭവിച്ചു? പഴയ പാപി മരിച്ചു, ക്രിസ്തുവിൽ പുതിയ മനുഷ്യൻ ജനിച്ചു. അല്ലേ? ആണോ? അതുകൊണ്ട് റോമാലേഖനം 10:9 അവനെ യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റു പറയും, ഹൃദയത്തിൽ അവൻ മരിച്ചു, അടക്കപ്പെട്ട് ഉയർത്തി ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ രക്ഷിക്കപ്പെടും. ഹൃദയം കൊണ്ട് വിശ്വസിക്കുന്ന മാത്രയിൽ കാൽവറിയിലെ യാഗം, ആ പരമയാഗം ആ പാപിക്ക് വേണ്ടി കണക്കിടുക. ക്രിസ്തുവിന്റെ പുനരുത്ഥാനം അവനെ പുതിയ സൃഷ്ടിയാക്കി, പുതിയ മനുഷ്യനാക്കി തീർക്കുക. അതുകൊണ്ട് നിന്നെ എന്ത് ചെയ്തിരിക്കുക? നിന്റെ മേൽ പറഞ്ഞത് ധാരാളമായി പരിശുദ്ധാത്മ നവീകരണം കൊണ്ട്, പരിശുദ്ധാത്മ സ്നാനം, എന്തെല്ലാം കാര്യങ്ങളെ കർത്താവ്. അത് മാത്രമല്ലോ എഫെസ്യ ലേഖനം 1:4 തൻ്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് പരിശുദ്ധാത്മ മുദ്രിതനായിരിക്കുന്നു. എന്തിനു വേണ്ടിയാ ദൈവം ഇതൊക്കെ ചെയ്തത്? അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാൻ പറഞ്ഞു, സത്യമെന്ന പദത്തിന്റെ അർത്ഥം എന്താ പറഞ്ഞിരിക്കുന്നത്? എന്താണ് അതിന്റെ അർത്ഥം? എബ്രായ ലേഖനം 1:3 വായിച്ച് നമ്മൾ ആരംഭിച്ചത്. അവൻ അവന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെ നിന്റെ ശക്തിയുള്ള വചനത്തെ വഹിക്കുന്നവനാകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായി. സത്യമെന്ന പദത്തിന്റെ സാഗര സത്യമായിരിക്കുന്ന ബൈബിളിന്റെ ആകെ തുകയെ എബ്രായ ലേഖനത്തിലൂടെ വരച്ചു കാണിച്ചിരിക്കുക അപ്പോസ്തലനായ പൗലോസ്. അവൻ ആരാ? അവൻ അവന്റെ പ്രഭ. ആരുടെ പ്രഭ? കൊലോസ്യ ലേഖനം 2:9 അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ 2 Corinthians 4:4 ദൈവപ്രതിമയായ ക്രിസ്തു എന്നെ കണ്ടവൻ പിതാവിനും ഞാനും പിതാവ് ഒന്നായി വിവരിക്കുന്ന ആഗ്രഹമുണ്ട്. ആകെ 8 മണിയായി. മനസ്സിലായി? യേശു ക്രിസ്തു ദൈവമാണോ? ഞാൻ പറഞ്ഞു മർത്യ അമർത്യ ഭാവയോഗേ. യേശു ക്രിസ്തു അമർത്യനാണോ? ആണോ? എന്താ ഈ ദൈവത്തിന്റെ പ്രത്യേകത? ഏതായാലും 10 മിനിറ്റ് എടുക്കട്ടെ. എന്താ ഈ ദൈവത്തിന്റെ പ്രത്യേകത? ദൈവങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു, ദൈവം ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ ക്രിസ്തു മാത്രം ദൈവമായിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പല പാട്ടുകളും നമ്മൾ വായിക്കാൻ. എന്നാണ് ഞാനൊരു പാട്ട് പാടി, പരിശുദ്ധൻ മഹോന്നത മഹോന്നത മഹോന്നത. ബൈബിളുണ്ടോ? ഉണ്ടോ? ദേവനെന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ ഉണ്ടോ? ഉണ്ടോ? 1 Corinthians 8:5 ഒന്ന് വായിച്ചേ. ഇങ്ങനെയുള്ള കുടുക്ക് ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ പാടിപ്പാടി നമുക്ക് പാടാല്ലേ? പോരാ. അവന് കൊടുക്കേണ്ട മഹത്വം അവന് തന്നെ കൊടുക്കണം. ദൈവത്തിന്റെ മഹത്വത്തെ അല്പം പോലും എന്ത് ചെയ്യാൻ പാടില്ല. യഹോവയുടെ നാമം വ്യർത്ഥായെടുക്കാൻ പാടില്ല. അത്യുന്നതനായ ദൈവം, സർവ്വലോകത്തിനും മേലായ നാമം സ്വീകരിച്ചവനെ ക്രിസ്തു. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരും മുടങ്ങാൻ എല്ലാം മടങ്ങും സർവാരാധ്യനായ ദൈവമായ ക്രിസ്തു. റോമാലേഖനം 9:5 പൗലോസ് സർവത്തിനും മീതേ ദൈവമായ ക്രിസ്തു. തീത്തോസ് 2:12 പറഞ്ഞു, അവൻ മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ ക്രിസ്തു. യോഹന്നാൻ പറയുകയാണ്, സത്യദൈവവും നിത്യജീവനുമായ ക്രിസ്തു, കുട്ടി ദൈവമല്ല. അവിടെ വായിച്ചു 1 യോഹന്നാൻ 1 Corinthians 8:5 പക്കം വായിക്കും. സമയം ദേവന്മാർ പേരുള്ളവർ യേശു ക്രിസ്തുവിനെ ഏക കർത്താവുമേ നമുക്കുള്ളൂ. എബ്രായ ഭാഷയിൽ യഹോവ എന്ന നാമം അത്യന്തം പവിത്രമാകൊണ്ട് അത് കൂടെ അഥവാ ഉപയോഗിക്കാൻ ഭയപ്പെട്ടുകൊണ്ട് യഹൂദന്മാർ അതിന് പകരം യഹോവയ്ക്ക് ഉപയോഗിച്ചൊരു നാമമാണ് അഡോണായ്. അഡോണായ് എന്ന പദം എബ്രായ ഭാഷയിലെ ബൈബിൾ ഗ്രീക്കിലേക്ക് പറഞ്ഞ കൂറിയോസ് എന്നായി. കൂറിയോസ് എന്ന പദം മലയാളത്തിലേക്ക് പറഞ്ഞ കർത്താവ് എന്നായി. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 2:10 ഗബ്രിയേൽ ദൂതൻ അറിയിക്കുന്ന സർവ്വജനത്തിനുണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങൾ സുവിശേഷിക്കുന്നു, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്ക് വേണ്ടി ബെത്ലഹേമിൽ ജനിച്ചിരിക്കുന്നു. 110 സങ്കീർത്തനം 1 പറയാം, കർത്താവ് എൻ്റെ കർത്താവിനോട്. ഇവൻ ആരാ? ദേവനാണോ?
യേശുക്രിസ്തു ദേവനാണോ? അവൻ വിളിക്കാൻ പാടുണ്ടോ? അതുകൊണ്ട് പരിശുദ്ധൻ മഹോന്നത ദൈവം പരമെങ്ങും വിളങ്ങും മഹേശൻ സ്വർഗീയ സൈന്യങ്ങൾ വാഴ്ത്തി സ്തുതിക്കുന്ന സ്വർലോകനാഥന മശിഹ. ഇതാണ് ശരി. ആരെഴുതിയാലും വചനം വിട്ട് എഴുതിയാൽ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം വിഗ്രഹാരാധന നമുക്ക് വേണ്ട, ആരാധന ക്രിസ്തുവിന് മതി. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ആരെയും അഭിസംബോധന സഹോദരന്മാരെ എന്ന അഭിസംബോധന പ്രസംഗം ആരംഭിച്ചല്ലേ. എന്താ കാരണം? പല സംബോധനകളും ഇവിടെ കേൾക്കുന്നുണ്ടല്ലേ. കർത്താവിന് മോക്ഷമുണ്ടോ? നിങ്ങൾ ഭൂമിയിൽ സഹോദരന്മാർ ഗുരുവെന്നും പിതാവെന്നും പേരെടുക്കരുത്, അങ്ങനെയല്ലേ കർത്താവ് പറഞ്ഞേ? സനാതന ഗുരുവരനായ യേശുക്രിസ്തു പഠിപ്പിച്ചതാണ്. അതുകൊണ്ടാണ് കർത്താവ് ആഗ്രഹിക്കുന്ന സഹോദരന്മാരെ എന്ന് അഭിസംബോധന ചെയ്യാൻ കാരണം. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അപ്പൊ അതുകൊണ്ട് എന്തിനു വേണ്ടിയാ കർത്താവ് ഈ കാൽവരുടെ ക്രൂശിൽ മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റത്? എന്തിനു വേണ്ടിയാ? നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനാണ്. ഒന്ന്, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരം വരണം. ഒന്നില്ലെങ്കിൽ ഏകപുരുഷനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നിരിക്കുന്നു. റോമാലേഖനം 5-ാം അധ്യായം 12-ാം വാക്യം. റോമാലേഖനം 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, നീതിമാൻ ഒരുത്തൻ പോലുമില്ല. റോമാലേഖനം 3-ാം അധ്യായം 23-ാം വാക്യം, എല്ലാവരും പാപം ചെയ്ത് ഒരുപോലെ ദൈവദേശമില്ലാത്തവരായി തീർന്നു. റോമാലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, എല്ലാ വായുമടന്ന് എല്ലാ മനുഷ്യരും ദൈവശിക്ഷയ്ക്ക് കീഴിൽ. റോമാലേഖനം 6:23, പാപത്തിന്റെ ശമ്പളം അത്രേ മരണം. എന്താ പാപത്തിന്റെ ശമ്പളം? മരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മരണം? വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം അതിൻ്റെ 11 മുതൽ 14 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഞാൻ വലിയൊരു വെള്ള സിംഹാസനം കണ്ടു, അതിലിരിക്കുന്നത് കണ്ടു, മനസ്സിന് ആകാശങ്ങളിൽ ഓടിപ്പോയി, മരിച്ചു പരാപാലപ്പെടുത്തുന്ന സിംഹാസനം വെക്കുന്ന കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം തുറന്നു. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളി. ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം, പാപത്തിന്റെ ശമ്പളമായ മരണം. അത് തീപ്പൊയ്കയാണെന്നും വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം വായിച്ച്, ഭീരുക്കളുടെ വിശ്വാസികൾ അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, വിംഭാരാദികൾ, പോസ്റ്റിൽ പ്രിയപ്പെടുന്ന ഏവനും തീയും ഗന്ധവും തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. തീപ്പൊയ്ക ഉണ്ടോ? നരകമുണ്ടോ? അത് ഭാവനയാണോ? കർത്താവായ യേശുക്രിസ്തു ലോകത്തോട് പഠിപ്പിച്ചു. മർക്കോസ് സുവിശേഷം 9-ാം അധ്യായത്തിന് 46-48 വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവിടെ കെടാത്ത തീയുണ്ട്, ചാകാത്ത പുഴുവുണ്ട്. കെടാത്ത തീയുണ്ടോ? വെള്ളമൊഴിച്ച് കെടാത്ത തീയുണ്ടോ? പറഞ്ഞത് യേശുക്രിസ്തുവാ. ഇല്ലായിരുന്നുവെങ്കിൽ ക്രിസ്തു ക്രൂശ് മരിക്കേണ്ട ആവശ്യമില്ല. നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ഇവിടെ മനുഷ്യൻ മാന്യമായി ജീവിച്ച് നേരെ സ്വർഗത്തിലേക്ക് പോകുമായിരുന്നുവെങ്കിൽ യേശുക്രിസ്തു ഒരിക്കലും ക്രൂശിൽ മരിക്കേണ്ട ആവശ്യം ഇല്ല. നരകമുണ്ടോ? എവിടെയാ നരകം? കെടാത്ത തീയുണ്ടോ? ഉണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത് നിന്റെ വചനം സത്യമാകുന്നു. എഴുതി വെച്ചിട്ടുണ്ട് ഇയ്യോബിന്റെ പുസ്തകം 28-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ വായിക്കാം. ഭൂമിയിൽ നിന്ന് ആകാരം ഉണ്ടാകുന്നു, ഇതിന്റെ അധോഭാവം തീയെന്ന പോലെ. കേട്ടോ, നാം അധിവസിക്കുന്ന 71% ജലമായിട്ടുള്ള കടലുള്ള ഭൂമിയുടെ അകക്കാമ്പ്, കരയായാലും കടലായാലും ഒരു 60-70 കിലോമീറ്റർ ഉള്ളിലേക്ക് ഒഴിച്ചു എന്നാൽ ഇതിന്റെ അഹോമണ്ഡലം തീയെന്ന പോലെ കത്തി മറിയുകയാണെന്ന്. കാരണം എന്തുകൊണ്ടാണ്? അനവധി പെട്രോളും ഡീസലും കുഴിച്ചെടുക്കുന്ന ഭൂമിയിൽ അനവധി മടങ്ങ് ഇതിലേക്ക് ഒലിച്ചിറങ്ങിക്കൊണ്ടിരിക്കുക ശാസ്ത്ര പറയുന്നത്. 1000 മൈൽ സ്പീഡിൽ കറങ്ങുന്ന ഭൂമി, അഥവാ അതിൻ്റെ ഉള്ളിലുണ്ടാകുന്ന കാന്തിക ആകർഷണപരമായി അവിടെ സ്പാർക്കിംഗ് ഉണ്ടാകുകയും അവ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഗന്ധക തീപ്പൊയ്കയാണ്. അവിടെ ധാതുപദാർത്ഥങ്ങൾ കത്തി മറിഞ്ഞുകൊണ്ടിരിക്കുക. നിഷേധിക്കാൻ പറ്റുമോ? ഇതെവിടെയെങ്കിലും ഭൂമി കുലുക്കത്തിന്റെ പരിണതഫലമായി ഭൂവലക്കത്തിന് വിള്ളലുണ്ടാകുമ്പോൾ അതിലൂടെ പുറത്തേക്ക് തള്ളി വന്ന അഗ്നിപർവ്വ സ്ഫോടനം 4000 വർഷം മുമ്പ് എഴുതി വെച്ചിരിക്കുക. ആ അഗ്നിപർവ്വ സ്ഫോടനത്തിൽ അഥവാ ഈ അകക്കാമ്പിലെ വെള്ളത്തെ ഒരിക്കലും ഈ തീയെ കെടുത്തുവാൻ വെള്ളത്തിന് കഴിയില്ലെന്ന് ഉറപ്പെന്ന നമുക്കറിയാം. കഴിഞ്ഞ നാളുകളിൽ സുനാമി എന്തുകൊണ്ടുണ്ടായതാണ്? ഈ ഭൂമിയുടെ അഗോമണ്ഡലത്തിൽ ഇതുപോലൊരു അഗ്നിപർവ്വതം ഇന്തോനേഷ്യൻ കടലിന്റെ അടിത്തട്ടിൽ നിന്ന് പൊട്ടി.
ഞാൻ ചോദിച്ചോട്ടെ, ഈ ജലം മുഴുവൻ ഒഴുകിയിറങ്ങി ആ തീയെ കിടത്തുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ സുനാമി ഉണ്ടാവുമോ? ഭൂമിയിലുള്ള സമസ്ത വെള്ളം ഒഴിച്ച കെടാത്ത തീ ഈ ഭൂമിയുടെ അകോമണ്ഡലത്തിൽ ദൈവം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ കെടാത്ത തീ ഉണ്ട്, ആർക്കും നിഷേധിക്കാൻ പറ്റില്ല. ഇനി അതിൽ ചാകാത്ത പുഴുവുണ്ടോ? ചില ചോദിക്കും, ഇത്ര അത്യുഗ്ര ശേഷിയിൽ തിളച്ചു മറിയുന്ന ലാവയിൽ എങ്ങനെയാണ് ഒരു ജീവൻ ഉണ്ടാകുക? 1983 അമേരിക്കയിലെ കാലിഫോർണിയയിൽ അമേരിക്കൻ ഭൂഗർഭശാസ്ത്രജ്ഞന്മാർ അഥവാ ഈ അഗ്നിപർവ്വതം പൊട്ടി വരുന്നതിൻ്റെ ലാവയെക്കുറിച്ച് ധാതുപദാർത്ഥങ്ങൾ തിരിച്ചു പഠിക്കുകയാണ്. അപ്പോഴാണ് അവർ ഞെട്ടിക്കുന്ന സത്യം കണ്ടെത്തിയത്. ഈ അത്യുഗ്ര ശേഷിയിൽ തിളച്ചു മറിയുന്ന ലാവ ഭക്ഷിച്ച് അതിൽ പെറ്റുപെരുകി ജീവിക്കുന്ന ബാറോബ് ജോഡി പുഴുക്കളെ കണ്ടെത്തി, നൂൽപ്പുഴുക്കളെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ദി പ്രകൃതി ശാസ്ത്ര ജേണൽ എന്ന മാസികയിൽ അവർ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നതാണ്. അപ്പൊ കെടാത്ത തീയിൽ ചാകാത്ത ഒഴിവുണ്ട്, തീ കടലുണ്ട്, നിത്യ നരകമുണ്ട്. ആ നരകം ശാസ്ത്രീയമായി ആ നരകമുള്ളത് കൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞ ഒരു നരകമുണ്ട്, കെടാത്ത തീയുണ്ട്, ചാകാത്ത ഒഴിവുണ്ട്. അവിടെ തീ കൊണ്ട് ഉപ്പിടും, നിത്യദണ്ഡനത്തിലേക്ക് എറിയപ്പെടും. അതുകൊണ്ട് ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീ പൊയ്കയിൽ തള്ളിയിടും. ഈ തീ പൊയ്കയാണ് രണ്ടാമത്തെ മരണം. അതുകൊണ്ടാണ് നമ്മുടെ ശിക്ഷ മുഴുവൻ കാലുവരിയിൽ, നമ്മുടെ നരക ശിക്ഷ മുഴുവൻ അവൻ ഏറ്റെടുത്ത് മരിച്ചു, അടക്കപ്പെട്ടു. അവിടെ കൊണ്ട് തീർന്നാൽ പോരെ? ഉയർത്തെഴുന്നേറ്റു അല്ലേ? പാപപരിഹാരം വരുത്തി ഉയർത്തെഴുന്നേറ്റ എന്തിനാണ്? യേശു ക്രിസ്തു എന്തിനോ ഉയർത്തെഴുന്നേറ്റു? നരകത്തിന്റെ പരിഹാരം വരുത്തിയില്ലേ? നിവൃത്തിയായ ജീവനെ പിതാവിനെ കേൾപ്പിച്ചില്ല. എന്തിനാ ഉയർക്കണേ? ഇതൊക്കെ ഞങ്ങളോട് കവലെ ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ ഉത്തരം പറയുന്നത്. എന്തിനാ ക്രിസ്തു ഉയർത്ത്? വായിക്കാം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 15-ാം അധ്യായത്തിന്റെ 50-ാമത്തെ വാക്യം. 1 കൊരിന്ത്യർ 15:50 പക്കം വായിക്കും. ഈ ശരീരം കൊണ്ടേ, ഈ മർത്യ ശരീരം കൊണ്ടേ സൂര്യനെ കിടന്ന്, ചന്ദ്രനെ കിടന്ന്, നക്ഷത്രങ്ങളെ കിടന്ന്, വാനഗോളങ്ങളെ താണ്ടി കടന്നു പോയ കത്തി പോവോ? പോവില്ലേ? സ്വർഗത്തെക്കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞതാ. ഈ കാണുന്ന ആകാശമല്ല, ഈ സൂര്യനല്ല, ചന്ദ്രനല്ല, അപ്പുറത്ത് നമ്മുടെ കർത്താവ് മടങ്ങി വരുമ്പോൾ, സ്വർഗങ്ങളിലേക്ക് നമ്മൾ സ്വീകരിക്കാൻ വരുമ്പോൾ നമ്മൾ ഏത് ശരീരമാണ്? ഈ ശരീരത്തിലാണ് തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ. അങ്ങനെ നാം പോകുന്ന ഉറപ്പെന്താ? 33 വയസ്സ് മർത്യ ജീവിതം ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി പാപമൊഴികെ മറ്റെല്ലാത്തിനും സമതുല്യനായി പരിശുദ്ധ പൗത്രീകരിക്കപ്പെട്ട് വചനം ശരീരമായ കർത്താവായ യേശുക്രിസ്തു മനുഷ്യാവതാരം ചെയ്ത് ജീവിച്ചുവെങ്കിൽ, അവൻ കാൽവരി ക്രൂശിൽ മരിച്ചപ്പോൾ, അവന്റെ വിലാപ്പുറത്ത് കുത്തിയപ്പോൾ രക്തവും വെള്ളവും പുറപ്പെട്ടു. ലേവ്യ പുസ്തകം 14-ാം അധ്യായത്തിൽ 17-ാം വാക്യം പറയും, രക്തത്തിലല്ലോ ജീവൻ അടങ്ങിയിരിക്കുന്നത്. ഫോട്ടോപ്ലാസം സയൻസ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവസാന ജീവന്റെ തുടിപ്പും അവൻ നിന്ന് അവൻ സമ്പൂർണമായി മരിച്ചു എന്ന് ശാസ്ത്രം സമ്മതിച്ചിരിക്കെ, ജോസഫ് നിക്കോദിമോസും കൂടി കൊണ്ടുവന്ന, അഥവാ 100 രാത്രി ഇടിച്ചെടുത്ത സുഗന്ധക്കൂട്ട് നിക്കോദിമോസ് കൊണ്ടുവന്ന ഈ സകലിത ശരീരത്തിൽ അടിച്ചുകരി തേച്ചു പിടിപ്പിച്ചു. എന്നിട്ട് 14 അടി നീളവും 4 അടി വീതിയുമുള്ള വെളുത്തൽ നീനിൻ തുണി കൊണ്ട് ശരിക്കും അങ്ങ് അമ്പാൻ ചെയ്തു. ആരെയും ഒരിക്കലും വെച്ചിട്ടില്ലാത്തതും ഒറ്റപ്പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു വാതിൽ മാത്രമുള്ള കല്ലറയ്ക്കുള്ളിൽ വെച്ചു. റോമയുടെ മുദ്രയും വെച്ചു. പട്ടാളക്കാവലും ഇട്ടു. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ചയുടെ പ്രഭാതത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഉത്തുംഗപ്രധാനം ഉയർത്തെഴുന്നേറ്റു. എങ്ങനെ ഉയർത്തെഴുന്നേറ്റു? ഏത് ജീവനിൽ ഉയർത്തെഴുന്നേറ്റു? പലരും ഞങ്ങൾ ചോദിക്കുക, ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് ആദാം മുതൽ മരിച്ചുപോയ മനുഷ്യർ ഇനിയൊരു പുനരുദ്ധാന പുത്തൻ ശരീരത്തിൽ വരുമെന്താണ് സ്നേഹിത നിങ്ങൾക്ക് ഉറപ്പെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമാണ് ക്രിസ്തുവിന്റെ പുനരുദ്ധാനം. എന്താ പുനരുദ്ധാനത്തിന്റെ പ്രത്യേകത? ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തിന് ഒരിക്കലും കല്ലറ തുറക്കേണ്ട ആവശ്യമില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ സഖിയോം മാളികയിൽ കർത്താവായ യേശു ക്രിസ്തു വാതിലും ജനലും അടച്ചിട്ടിരിക്കെ, ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 36-38 വാക്യങ്ങൾ വായിക്കുമ്പോൾ, ശിഷ്യന്മാർ യഹൂദന്മാരെ പേടിച്ച് വാതിലും ജനലും അടച്ചിട്ട് ഭീതിയോടെ ഇരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു ക്രിസ്തു നിങ്ങൾക്ക് സമാധാനം. അവർ ഭ്രമിച്ചുപോയി.
ഒരു ഭൂതത്തെ കാണുന്ന അവർക്ക് തോന്നിയത്. യേശു ക്രിസ്തു അവര് ഉൾ രഹസ്യങ്ങളിൽ അറിയുന്ന ക്രിസ്തു ചോദിച്ചു, നിങ്ങൾ എന്നെ ഭൂതത്തെ നോക്കുന്ന പോലെ നോക്കുന്നേ? എനിക്ക് അസ്ഥിയില് മാംസമില്ലേ? നിങ്ങൾ എന്നെ തൊട്ടു നോക്കുവീ. കഴിക്കാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചു അല്ലേ? തേൻകട്ടയും മീനും ഭക്ഷിച്ചു കാണിച്ചോളൂ. അത് ഞാൻ ഞായറാഴ്ചത്തെ ഇതിൽ പറയും എന്തുകൊണ്ട് ഭക്ഷിച്ചു കാണിച്ചു എന്നുള്ളത്. അപ്പോൾ അസ്ഥിയും മാംസമുള്ള 33.5 വയസ്സ് ഭൂമിയിൽ ജീവിച്ച ക്രിസ്തു വാതിൽ തുറന്നാണ് കയറി വരുന്നതെങ്കിൽ ഇപ്പോൾ വാതിലും ജനലും അടച്ചിട്ടിരിക്കെ അവർ നടുവിൽ നിൽക്കുക. അപ്പൊ യേശു ക്രിസ്തുവിന്റെ പുനരുദ്ധാനത്തെ കല്ലറ തുറക്കണോ? വേണോ? കല്ലറയുടെ കവാടം ഒരു തടസ്സമാണോ? അല്ല. തന്നെ വരിഞ്ഞു മുറുക്കിയ ശീലയുടെ ബന്ധം ഒരു തടസ്സമാണോ? തന്നെ അഥവാ തേച്ചു പിടിപ്പിച്ച മോരും അകിലും കൂടെ ആ വലിയ പശ തടസ്സമാണോ? എന്താ തടസ്സമില്ലാത്തതിന്റെ കാരണം? ഇവിടെ തെളിയിച്ചിരിക്കുക. എന്താ ഇതിന് കാരണം? റോമാലേഖനം 1-ാം അധ്യായം 5-ാം വാക്യം എൻ്റെ ഉത്തരം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം. റോമാലേഖനം 1:5. ജഡ സംബന്ധിച്ച് ദാവീദ് ജനിക്കുകയും മരിച്ചിട്ടിറക്കിയാൽ വിശുദ്ധിയുടെ ആത്മാവ് സന്ധി ദൈവോത്തണമെന്ന് നിർണയിക്കപ്പെടും, ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിച്ചു. മക്കൾ ജഡക്കുന്നവനെ അവനും ജഡത്തിനോട് വന്ന് അവന്റെ രക്തത്തിൽ ജീവനുള്ളവനായി ഭൂമിയിൽ 33 വയസ്സ് ജീവിച്ച് കാൽവരി ക്രൂശിൽ പരമയാഗമായി അവൻ കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിലും വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവം നിർണയിക്കപ്പെടും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ അസ്ഥിയും മാംസമുള്ള ശരീരത്തിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ജീവനേതാ? ആത്മജീവന. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, മരിച്ചവർ ഏത് ശരീരത്തിൽ ഉയർക്കുന്നുവെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചോദിച്ചേക്കാം. മൂടാ, നീ വിതയ്ക്കുന്നത് ചത്തില്ല എങ്കിൽ ജീവിക്കുന്നില്ല. കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 5-35 വാക്യങ്ങൾ വായിക്കുന്നത്. നീ വിതയ്ക്കുന്ന വല്ലതിന്റെയും വിത്താണ്. ആ വിത്ത് വിതച്ചാൽ അല്ലെ അതിന് പുതിയൊരു ശരീരം ലഭിക്കുന്നുവെങ്കിൽ, അഥവാ വായുവും വെള്ളവും പ്രകാശവും ചെല്ലുമ്പോൾ അതിന്റെ പുറന്തോട് ദ്രവിച്ചിട്ട് പുതിയൊരു ശരീരം ലഭിക്കുന്നുവെങ്കിൽ, ഒരു ചെടി അതിന് ഉതിർത്തു വരുന്നുവെങ്കിൽ, ഈ മർത്യ ശരീരങ്ങളെ ഈ മണ്ണിലേക്ക് ലയിച്ചാലും ശാസ്ത്രം തന്നെ സമ്മതിച്ചിട്ടുണ്ട്, മനുഷ്യന്റെ ശരീരം മണ്ണിൽ നിന്ന് മൂലകങ്ങളാണ് അല്ലെ? ആണ്. തെളിയിച്ച പ്രസംഗം എനിക്ക് ആഗ്രഹമുണ്ട്, സമയമില്ല. ജീവൻ എന്ന് പറഞ്ഞാൽ ഊർജമാണ്. ലൂയി പാസ്റ്റർ പരീക്ഷണശാലയിൽ തന്നെ തെളിയിച്ചിട്ടുണ്ട്, പുതുതായി ഉണ്ടാകുന്നില്ല, ഇല്ലാതായി തീരുന്നില്ല. ആത്മാവ് അവനാശിയാണെന്ന കാര്യം ശാസ്ത്രം തന്നെ തെളിയിച്ചിട്ടുണ്ട്. ഡങ്കൻ മക്രോ ഡോക്ടറും ജാക്സൺ ഒലാബും അതുപോലെ തന്നെ വിൽസണി ക്ലൗഡ് ചേർന്ന പ്രത്യേക പരീക്ഷണ പേടകത്തിൽ വില്യം ബെർണാർഡ് മേയർ വാട്ടേഴ്സും ഡോക്ടറും കൂടി നടത്തിയ പരീക്ഷണ പേടകത്തിൽ നിങ്ങൾക്ക് അടിച്ചു നോക്കി, വിൽസണി ക്ലൗഡ് ചേമ്പർ അടിച്ചാൽ മതി. അതിൽ ആത്മാവിന്റെ അഥവാ അസ്തിത്വത്തെക്കുറിച്ച് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ആത്മാവ് അവനാശിയാണ്. ഇത് മൂന്നും കൂടി ഒന്നായി ചേരുന്ന ഒരു പുതിയ ശരീരം. അതുകൊണ്ടാണ് വായുവും വെള്ളവും പ്രകാശവും ചെല്ലുമ്പോൾ ഈ ശരീരം ദ്രവിച്ചാൽ, ഈ ശരീരാണോ? ഈ ശരീരാണോ? അടക്കുന്ന ശരീരമല്ല, പിന്നെയോ അതിനായി അതാതിന്റെ വിത്തന അതാതിന്റെ ശരീരം ഒരു പുതു ശരീരം കൊടുക്കുന്നുവെങ്കിൽ, ആയിരക്കണക്കിന് ആണ്ടുകൾക്കപ്പുറത്ത് മരിച്ചുപോയ മനുഷ്യരെ, ആ മനുഷ്യരെ ദൈവം ഇവിടെ അഥവാ പുനരുദ്ധാനം ചെയ്യുന്നത് എങ്ങനെയാണ്? ഞാൻ തന്നെ പുനരുദ്ധാനവും ജീവനും എന്നെ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ചെയ്യും. ഞാൻ എങ്ങനെ പുനരുദ്ധാനം ചെയ്തു? എങ്ങനെയാണ് ക്രിസ്തു പുനരുദ്ധാനം ചെയ്തത്? ക്രിസ്തു എങ്ങനെ പുനരുദ്ധാനം ചെയ്തത്? റോമാലേഖനം 8-ാം അധ്യായം 11-ാം വാക്യം വായിച്ചു. റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം. യേശുവിനെ മരിച്ചവരിൽ ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, ക്രിസ്തുയേശുവിനെ മറന്നു ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്ന എന്റെ ആത്മാവിനെ കൊണ്ട് ഈ മർത്യ ശരീരങ്ങളെയും ഉയർപ്പിക്കും. എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തു ജഡസംഹിതാവിൽ ജനിക്കുകയും മരിച്ചിട്ടിരിക്കാൻ വിശുദ്ധിയുടെ ആത്മാവ് ദൈവത്തിൽ നിർണയിക്കപ്പെട്ടവനെങ്കിൽ, അവന് പുനരുദ്ധാനത്തിന്റെ പുത്തൻ ശരീരത്തിൽ തിരസ്കരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു മനുഷ്യനെയും എങ്ങനെ ഉയർപ്പിക്കും? ഏത് ശരീരത്തിൽ ഉയർപ്പിക്കും? വിവരിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. യോഹന്നാന്റെ 1-ാം ലേഖനം 3-ാം അധ്യായത്തിന് 1 മുതൽ 3 വാക്യങ്ങൾ വായിക്കാം. തീർന്നുകൊണ്ടിരിക്കുക സമയം, പെട്ടെന്ന് വായിക്കുക. കാൺമീ നാം ദൈവം, എനിക്ക് അറിയാൻ കൊള്ളാത്തതുകൊണ്ടല്ല നിങ്ങൾ വായിപ്പിക്കുന്നത്. എന്തിനാ? ഞാൻ പറയുന്ന കാര്യം വചനമാണ് എന്ന യാഥാർത്ഥ്യം വെളിപ്പെടാനാണ്.
1 യോഹന്നാൻ 3:1 ഒരു പക്കം വായിക്കും. കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം പിതാവ് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു. ലോകം അവനെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടെന്താ? നമ്മെ അറിയത്തില്ല. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ അസ്ഥിയും മാംസമുള്ള ശരീരത്തോടെ ഉയർത്തെഴുന്നേറ്റ് മാംസരക്തങ്ങൾ സ്വർഗാവകാശമാക്കാത്ത ഈ ശരീരം വിട്ട് സൂര്യനെ കിടന്ന്, ചന്ദ്രനെ കിടന്ന്, നക്ഷത്രങ്ങളെ കിടന്ന്, വാനഗോളങ്ങളെ താണ്ടി സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുമെന്ന് പറഞ്ഞാൽ സംശയിക്കുന്ന അല്ലയോ സഹോദര, ക്രിസ്തു പുനരുത്ഥാനം ചെയ്താൽ നീ മനസ്സിലാക്കിയിട്ടില്ല. എനിക്കത് മനസ്സിലായിട്ടുണ്ട്. ലോകത്ത് എന്നെ മനസ്സിലാവാത്തതിന് കാരണം അതുകൊണ്ടാണ്. പക്ഷേ വായിച്ചോ, പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു. ഇതുവരെ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ നമുക്ക് ദുഃഖമുണ്ട്, രോഗമുണ്ട്, ദുരിതമുണ്ട്, വേദനയുണ്ട്, മരണമുണ്ട്, ദ്രവത്വമുണ്ട്. ഇപ്പോൾ നാം ഇന്നതാകുമെന്ന് വെളിപ്പെട്ടില്ല. എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതുകൊണ്ട് ആരുടെ സദൃശന്മാരാകും? അവനോട് സദൃശ്യന്മാരാകും. മധ്യ അമർത്യ ഭാവയോഗേ സത്യം. അതുകൊണ്ടാണ് യേശു ഞാൻ തന്നെ സത്യം, സത്യം നിങ്ങളെ, സത്യം നിങ്ങൾ സ്വാതന്ത്ര്യമാക്കുകയും ചെയ്യും, ഞാൻ അവനെ സത്യത്തിലാക്കും. സത്യത്തിന്റെ പരിജ്ഞാനം എന്ന് പറയുന്നത് എന്താ? ഇതുപോലെ എൻ്റെ മൺശരീരം ഈ ഭൂമിയിൽ ഒരുപക്ഷെ മരിച്ചടക്കപ്പെട്ടു പോയാലും, ഇല്ലെങ്കിൽ മൺശരീരത്തിൽ ഞാൻ ജീവിച്ചിരുന്നാലും, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാഹളം ധ്വനിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നാം അവനെ കാണുന്ന പോലെ തന്നെ നാം അവനോട് സദൃശ്യന്മാരായി ചെയ്യും. തേജസ്കരിക്കപ്പെട്ട ശരീരത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും. അതുകൊണ്ടാണ് പറഞ്ഞ സത്യം എന്ന പദത്തിന് യഹോവയോ സത്യദൈവം, യേശു ക്രിസ്തു സത്യദൈവം. അവൻ മർത്യ അമർത്യ ഭാവത്തോടെ ഈ ഭൂമിയിൽ മർത്യ ശരീരത്തിൽ വെളിപ്പെട്ട് അമർത്യ ശരീരത്തിൽ ഉയർത്തെഴുന്നേറ്റുവെങ്കിൽ ഈ ഭൂമിയിൽ അവനിൽ വിശ്വസിക്കുന്ന ഏത് മനുഷ്യനെയും അമർത്യ ശരീരത്തിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച് മൃത്യോ മാം അമൃതംഗമയ പ്രാർത്ഥിച്ചു ഋഷിവര്യന്മാർ. യേശു ക്രിസ്തു ഞാൻ തന്നെ പുനരുത്ഥാനം ചെയ്തു. ഇനി വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. ഞാൻ തന്നെ സത്യം. നമ്മളാരാ? 1 യോഹന്നാൻ 3:3 പറയുന്നതാ, സത്യത്തിൽ നടക്കുന്നവർ, സത്യത്തെ സ്നേഹിക്കുന്നവർ, അല്ലേ, സത്യത്തിന്റെ മക്കൾ. പ്രിയ സഹോദരന്മാരെ, ഇതാണ് സാക്ഷാൽ സത്യം. ഇത് വളരെ ചുരുക്കിയാണ് ഞാൻ പറഞ്ഞത്. എന്നാൽ ഈ ഞാൻ പറഞ്ഞ ചോദ്യങ്ങൾക്കെല്ലാം പ്രപഞ്ച സൃഷ്ടിയെക്കുറിച്ച്, മനുഷ്യ സൃഷ്ടിയെക്കുറിച്ച്, അതുപോലെ വർഗങ്ങളെക്കുറിച്ച്, വർണ്ണങ്ങളെക്കുറിച്ച്, രാജ്യങ്ങളെക്കുറിച്ച്, സാമ്രാജ്യങ്ങളെക്കുറിച്ച്, മാത്രവുമല്ല വരാൻ പോകുന്ന സംഭവവികാസങ്ങളെക്കുറിച്ച്, ഭാവി ലോകത്തെക്കുറിച്ച്, യേശുക്രിസ്തുവിന്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച്, നിത്യമായ സ്വർഗീയ ജെറുസലേമിലെ ജീവിതത്തെക്കുറിച്ചെല്ലാം ഈ സത്യവചനം നമുക്ക് രേഖപ്പെടുത്തി. ഈ വചനം പൂർണ്ണമാണ്. ഇതാരാ പറഞ്ഞത്? വെളിപ്പാട് 22:18 വായിച്ചു. 18-19 ഈ പ്രവചനത്തിലെ പക്കം വായിച്ചു അവസാനിപ്പിക്കുക. വെളിപ്പാട് 22:18 പക്കം വായിക്കുക. ഈ പ്രവചനം കേൾക്കുന്ന ഏവനോട് ഞാൻ സാക്ഷീകരിക്കുന്നത് ഈ 66 ഗ്രന്ഥ സമുച്ചയമായിരിക്കുന്ന ബൈബിൾ മുഴുവൻ ക്രിസ്തുവാണെന്ന് ഞാൻ ഇവിടെ വിവരിച്ചതാണ്. എന്നാൽ 7 പുസ്തകവും AD 1543 പോപ്പ് കൂട്ടിച്ചേർത്തു, അപ്പോക്രിഫ ഗ്രന്ഥങ്ങൾ. എന്നാൽ ആ 7 പുസ്തകത്തിൽ യേശുക്രിസ്തുവിന്റെ വ്യക്തിത്വം ഇല്ല കേട്ടോ. അതുകൊണ്ട് ആ സത്യവേദ പുസ്തകം എന്നീ പുസ്തകത്തിന് പേര് മലയാളത്തിൽ കൊടുത്തിരിക്കുന്നത് സത്യഗ്രന്ഥമെന്ന് ദാനിയേൽ 10:21 പറയുന്നത് സ്വീകരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഈ സത്യഗ്രന്ഥത്തിൻ പ്രകാരം ഞാൻ തന്നെ സത്യം, യഹോവയായ ദൈവം സത്യം, യേശുക്രിസ്തു സത്യം. ആ സത്യത്താൽ നമ്മളെ വിശുദ്ധീകരിച്ച് അവൻ്റെ വചനം സത്യം, ആ സത്യത്താൽ നമ്മെ സത്യത്തിലാക്കിയ സത്യസ്വരൂപനായ ക്രിസ്തു, ഇവനാണ് സാക്ഷാൽ സത്യം. അതുകൊണ്ട് സത്യത്തെ പരിജ്ഞാനത്തിൽ ജീവിപ്പാൻ ഈ വചനങ്ങൾ നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ
ഇവിടെ കർത്താവിൽ ആശ്രയിച്ച് പറഞ്ഞ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് സംശയമുണ്ടെങ്കിലും ചോദിക്കാം. സ്വർഗത്തെക്കുറിച്ച് പറഞ്ഞു, നരകത്തെക്കുറിച്ച് പറഞ്ഞു, സ്വർഗത്തിലേക്ക് പോകുവാനുള്ള ശരീരത്തിൻ്റെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിലൂടെ സത്യത്തിൻ്റെ സാക്ഷാത്കാരത്തെക്കുറിച്ച് പറഞ്ഞു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. ഏത് യുക്തിവാദിക്കും, ഏത് പ്രത്യക്ഷവാദിക്കും, ഏത് നിരീശ്വരവാദിക്കും, ഏത് ഭൗതികവാദിക്കും മറുപടി പറയാനുള്ള ഒരേ ഒരു ഗ്രന്ഥം സത്യഗ്രന്ഥം, ഒരേ ഒരു ദൈവം കർത്താവായ യേശു ക്രിസ്തു. അവനെ ആരാധിച്ച് അവനെ മഹത്വപ്പെടുത്തി നമ്മുടെ കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങാം. കർത്താവായ യേശു ക്രിസ്തു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. ക്രിസ്തുവിൽ മരിക്കുന്നത് എനിക്ക് ലാഭം. പൗലോസ് പറഞ്ഞതാണ്. ലോകചരിത്രത്തിൻ്റെ നാസ്തികന്മാരും ആസ്തികന്മാരും ബുദ്ധിജീവികളും തത്വചിന്തകരും പണ്ഡിതരുമെല്ലാം മരണം കൊണ്ട് നഷ്ടമെന്ന് പറയുമ്പോൾ ഈ കർത്താവായ യേശുവിന്റെ ഏക സത്യത്തിൽ വിശ്വസിച്ച് നാം പറയും, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു, മരിക്കുന്നത് ലാഭം. മരണത്തെ ലാഭമാക്കി മാറ്റിയ മഹത്തായ മാർഗത്തിന്റെ വക്താക്കളായി ലോകത്തിനു മുമ്പിൽ ധീര രക്തസാക്ഷികളായി കർത്താവിന് വേണ്ടി നമുക്ക് മുന്നേറാം. കർത്താവായ യേശു ക്രിസ്തുവിൻ നാമം ഇന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ.